لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون صدق الله العظيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഒത്തുകൂടൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ഓരോ നിമിഷങ്ങളും അവൻ ഇഷ്ടപ്പെട്ട, അവന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ ചെലവഴിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയൊക്കെ മനസ്സിലെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ. പ്രത്യേകിച്ചൊരു സഹോദരൻ രോഗിണിയായ മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ കുട്ടിക്ക് ശിഫ നൽകട്ടെ. അള്ളാഹു എന്ത് അസുഖമാണെങ്കിലും എല്ലാം സുഖമാക്കാൻ കഴിയുന്ന, രോഗം നൽകുന്നതും അത് സുഖപ്പെടുത്തുന്നതും ഒക്കെ അള്ളാഹു ആണല്ലോ. അള്ളാഹു ആ കുട്ടിക്ക് എല്ലാ വിധത്തിലുള്ള ശിഫയും പ്രദാനം ചെയ്യട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ കാമിലായ ഈമാനോടുകൂടി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും അതിനുള്ള ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിന്റെ തുടക്ക ഭാഗമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. മൻ നഫസൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരു മുഅ്മിനിന് ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അത് പരിഹരിച്ചു കൊടുത്താൽ ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ മോചിപ്പിക്കുമെന്നാണ് ഹദീസിന്റെ സാരം എന്ന് നാം പറഞ്ഞു വെച്ചു. ഇവിടെ ഖിയാമത്ത് നാളിലെ ഭയാനകതകളിൽ നിന്ന് രക്ഷിക്കുന്നതാണ് അള്ളാഹു പറഞ്ഞത്. ഖിയാമത്ത് നാളിലെ ഭയാനകത എന്ന് പറയാൻ കാരണം ഖിയാമത്ത് നാളിൽ അത്രയേറെ ഭീതിതമായ അവസ്ഥകൾ ഉണ്ടാവുന്നതാണ്.
എന്നാൽ ദുന്യാവിൽ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു നല്ല വാക്കുകൊണ്ട് ഒരാളെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം. ചിലപ്പോ ഏതെങ്കിലും ഒരാൾ സഹായത്തിന് വിളിച്ചു കൊടുത്തിട്ട് ഒരാളെ രക്ഷപ്പെടുത്താം. ഒതുമില്ലെങ്കിൽ അയാൾ കേട്ടിട്ടോ കേൾക്കാതെയോ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടാണെങ്കിലും അയാൾ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും. സമ്പത്തില്ലാത്ത ആൾക്ക് വേറെ ആളെ സഹായിക്കാൻ കഴിയും. ചിലപ്പോ നടക്കാൻ കഴിയാത്ത ഒരാൾ പ്രയാസപ്പെടുമ്പോ അയാളെ കൈപിടിച്ച് ഒന്ന് റോഡ് മുറിച്ചു കടക്കാനൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളെ കാണാം. അവരൊന്നും മുറിച്ചു കടത്താൻ വേണ്ടി സഹായിച്ചാൽ ചിലപ്പോൾ നമ്മുടെ സ്വർഗപ്രവേശത്തിന് അത് കാരണമായി തീരും. അള്ളാഹു നാം ചെയ്യുന്ന ഏത് നന്മയാണ് സ്വീകരിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഒരാള് സ്വർഗത്തിൽ കടന്ന ഒരാള്, അയാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ കടന്ന ഒരാള് നരകത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കും. അപ്പൊ നരകത്തിൽ കടന്ന നരകത്തിലെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ഇയാളെ കണ്ടാൽ അയാളെ വിളിക്കുന്ന യാ ഫുലാൻ, അയാളെ വിളിക്കും ഹൽ താരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയോ എന്ന് ചോദിക്കും. അതായത് സ്വർഗത്തിൽ കടന്ന ഒരാൾ നരകത്തിന്റെ അവസ്ഥ അള്ളാഹു കാണിച്ചു കൊടുക്കും. നമുക്ക് പ്രയാസങ്ങൾ അറിയുമ്പോഴാണ് സുഖത്തിന്റെ വില അറിയുള്ളൂ. അതുകൊണ്ട് നരകത്തിലെ തീ ആളിക്കത്തുന്ന നരകാഗ്നി കാണുമ്പോ ഒരാൾ തിരിച്ച് ഇയാളെ കാണും. അപ്പൊ യാ ഫുലാൻ, ഇയാളെ വിളിക്കാൻ ഹൽ താരിഫിനി, നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇയാൾ പറയും ലാ വല്ലാ, എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയും. മാ ആരിഫുക മൻ അൻത, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ ആരാ? ഫയഖൂലു, അപ്പൊ ഈ നരകത്തിൽ കിടക്കുന്ന ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ പറയും അനല്ലദീ മറർതബി ഫീ ദാരി ദുനിയ ഫസ്തസ്ഖൈതനി ശർബത മാഇൻ ഫസഖൈതുക, നിങ്ങൾ ദുന്യാവിലായ സമയത്ത് നിങ്ങൾ എന്റെ വീടിന്റെ അടുത്തുകൂടെ നിങ്ങൾ ഇങ്ങനെ നടന്നുപോയി. അപ്പൊ നിങ്ങളല്ല ദാഹിച്ചിരുന്നു, നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്നോട് വെള്ളം ചോദിച്ചു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ സ്വർഗത്തിലുള്ള ആള് പറയും ഖദ് അറഫ്തു, ഇപ്പൊ എനിക്ക് ആളെ പിടുത്തം കിട്ടി എന്ന് പറയും. ഖാല, അപ്പൊ ഈ നരകത്തിലുള്ള മനുഷ്യൻ പറയും ഫശ്ഫലി ബിഹാ ഇന്ദ റബ്ബിക, ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് അത് കാരണമായിട്ടെങ്കിൽ അള്ളഹാനോട് എന്നൊന്ന് സ്വർഗത്തിലാകാൻ വേണ്ടിയിട്ടൊന്ന് ശുപാർശ ചെയ്യുമെന്ന് ഈ നരകത്തിലെടുക്കുന്ന മനുഷ്യൻ ചോദിക്കുന്ന. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം ഫയസ്അലുല്ലാഹ തആല, അപ്പൊ അള്ളാഹുവിനോട് ഇയാൾ ചോദിക്കും ഫയഖൂൽ ശഫീനി ഫീഹി, ഇയാളെ കാര്യത്തിൽ ഒരു റെക്കമെൻഡ് ഇയാൾ അധികാരം റബ്ബേ എനിക്ക് തരണേ എന്ന് ഈ മുഅ്മിനായ മനുഷ്യൻ, സ്വർഗസ്ഥനായ മനുഷ്യൻ ചോദിക്കുന്നതാണ്. ഫയഉമറു ബിഹി ഫയുഖ്രിജുഹു മിനന്നാർ, അപ്പൊ ശഫാഅത്തിന് ഇയാൾക്ക് അധികാരം കൊടുക്കും ചെയ്യും, ഇയാളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരും ചെയ്യുമെന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഇപ്പൊ സ്വർഗം കിട്ടാൻ എന്താ കാരണം? ഇത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തത്. അപ്പൊ നിയ്യത്ത് നന്നായാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് ചിലപ്പോൾ നമ്മൾ പോലും അറിയില്ല ഇതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്നുള്ളത്. അപ്പൊ ഏത് കാര്യം ചെയ്യുകയാണെങ്കിൽ നിയ്യത്ത് നന്നാക്കാം. ഇത് നല്ല കാര്യത്തിലാണ്. നമ്മൾ തുടക്കത്തിൽ ചോദിച്ചു താവനും അല്ലെങ്കിൽ ബെരികത്തക്കോ, അത് ചില ആൾക്കാർ പിന്നെ നാട്ടിൽ പോകുമ്പോ വീട് പണിക്കൊക്കെ നേതൃത്വം കൊടുത്ത കോൺട്രാക്ടറെ തൃപ്തിപ്പെടുത്താനൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ഒരാൾ സംശയം ചോദിച്ചിരുന്നു നമ്മളോട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ കുടിക്കൂല, പക്ഷെ വേറെ ആൾക്ക് കൊണ്ടുപോട്ടെ. എയർപോർട്ടിൽ വെച്ചിട്ടായിരിക്കും ഒരു സുഹൃത്ത്, വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു സുഹൃത്ത്, ഇങ്ങനെ നമുക്ക് സലാമാക്കുമ്പോ അയാളുടെ ലഗേജിന്റെ മേലെ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ളതിന്റെ കവറിന്റെ ഉള്ളില് നമുക്ക് പിടുത്തം കിട്ടിയില്ല, പക്ഷെ നോട്ടം മനസ്സിലായപ്പോ അയാൾ പറഞ്ഞുണ്ട് വേറെ ആളുടെയാണ്. അപ്പൊ ഞാനൊന്ന് സഹായിച്ചതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ സഹായം പോലും തെറ്റാണ്. അപ്പൊ അങ്ങനെ സഹായിക്കാൻ എന്തൊക്കെ വഴിയുണ്ട്? അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടില്ല. വേറെ ആളെ സഹായിക്കൽ നന്മന്റെ പേരിലായിരിക്കാം, തിന്മകളുടെ പേരില് സഹകരിക്കരുത്. അള്ളാഹു അങ്ങനത്തെ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നേരെ തിരിച്ച് സംഭവിക്കാം, നാളെ നരകത്തിൽ പോയ പഠിച്ചവന് ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, എത്ര വില കൂടിയ സാധനം ഇവൻ കൊടുന്നപ്പോ അന്ന് കുടിച്ചിടാന്ന് പറഞ്ഞാൽ ഇത് കാരണമായിട്ട് നമ്മളും കൂടുന്നാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കും വേണം, അങ്ങനെ ചെയ്യുന്നവരെ അതിനനുസരിച്ച് ഉപദേശിക്കും വേണം. അതിന്റെ ഒരു തല്ലൂടാൻ നിൽക്കണ്ട. ഈ കാലഘട്ടം അങ്ങനത്തെ കാലമാണ്.
ഫൽയുഗയ്യിറുഹു ബിയദിഹി അല്ല ഫൽയുഗയ്യിറുഹു ബിലിസാനിഹി. നാവുകൊണ്ട് പറഞ്ഞു നോക്കുക. എന്നിട്ട് കേൾക്കണില്ലെങ്കിൽ എന്താ ചെയ്യുക? മനസ്സുകൊണ്ട് വെറുക്കുക. അതെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുഅ്മിനാവില്ല എന്ന് അള്ളാഹു കാത്തുരക്ഷിക്കണം. ഈ വെള്ളമൊക്കെ കൊടുക്കാന്നുള്ളത് ഇപ്പൊ നമ്മള് ചില സമ്മേളനങ്ങളും പരിപാടിയൊക്കെ ഉണ്ടാകും, ചില ആൾക്കാർ ഫ്രീ ആയി വെള്ളം കൊടുക്കാണ്ടില്ല. നമുക്ക് അപ്പൊ ഒരു വില ഒന്നുമില്ല അല്ലേ? ബിരിയാണി എടുത്തവനക്ക് മാത്രം ആഞ്ഞ് തോരുന്നാ പോരാ, എന്ത് വേണം? വെള്ളം കൊടുത്തവനക്ക് തോര. കാരണം വെള്ളം എന്ന് പറഞ്ഞ സാധനം പിന്നെ എന്താണ് ഇതുണ്ടല്ലോ, ഏറ്റവും കിട്ടാതാവുമ്പോ ഏറ്റവും വിലയുള്ള സാധനം, കിട്ടുമ്പോ എന്നാ തീരെ വിലയില്ലാത്ത സാധനം എന്നാണ്. വെള്ളം കുറേ ഉണ്ടാവും, എന്നാ കിട്ടാതായാലോ. പിന്നെ ഒരു വലിയ അട്ടി 2000-ന്റെ നോട്ടുണ്ട്, 2 ദിവസം കുടിക്കാൻ വെള്ളം കിട്ടി, എന്താ ചെയ്യുക? നോട്ട് തിന്നാല് ദാഹം മാറുമോ? ഇല്ലല്ലോ. വെള്ളത്തിന് വെള്ളം തന്നെ വേണം. അഫ്രൈത്തും എന്താണ് ആയത്ത്? അല്ല, ല്ലേ? അള്ള ഭൂമിയിലെ വെള്ളം അങ്ങോട്ട് പിൻവലിച്ചാൽ നിങ്ങൾക്ക് ആരാണ് നല്ല വെള്ളം തരാ? അള്ള ഭൂമിയിലെ വെള്ളം അല്ലാണ്ട് പിൻവലിച്ച് നിൽക്കുക. ഫമയത്തിക്കും മായി കുഴിക്കണോടത്തൊക്കെ കാണുന്നത് പെട്രോൾ ഡീസലാന്ന് നിൽക്കുക. പെട്ടില്ലേ? ഡീസലിന് പെട്രോളിന് വില ഉണ്ട് പറയാം, വെള്ളത്തിന് വെള്ളം തന്നെ വേണം. അപ്പൊ വെള്ളം കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ളത് തന്നെയാണ്. ദാഹിച്ചവന് വെള്ളം കൊടുക്കുക എന്നുള്ളത്, വിശന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും വേണം. അതൊക്കെ നമ്മളും അനുകരിക്കാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ കറന്നിരുന്നു, കുടുംബത്തിന് വേണ്ടി സ്വന്തമായി ആടിനെ കറന്നിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിരുന്നു, കുടുംബത്തിന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ ആയപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു എന്നാണ്, ഇനി ഇത് ചെയ്യരുത്, ഖലീഫ ആയില്ലേ. അപ്പൊ അവര് പറഞ്ഞൊരു വാക്കാണ്, വഇന്നി ലഅർജു അല്ലാ യുഗയ്യിറനി മാ ദഖൽതു ഫീഹി അൻ ഷൈഇൻ കുൻതു അഫ്അലുഹു. ഞാൻ ഖലീഫ ആയി എന്നുള്ളത് ഞാൻ ഇതുവരെ ചെയ്ത കാര്യത്തിനൊന്നും തടസ്സാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളാണെങ്കിൽ നമുക്ക് വൈ കാറ്റഗറി, ഇസഡ് കാറ്റഗറി ഒക്കെ ഉണ്ടാവും അല്ലേ? ഇതാണ്ട് കാറ്റഗറി ഒന്നുമില്ല. എന്താണ്? സർദാർ സബ്ക ഖാദിം ഹോത്താ, നേതാവ് എല്ലാവരും ഖിദ്മത്ത് ചെയ്യുന്ന ആളാണെന്നുള്ളതായിരുന്നു അവരൊക്കെ പോളിസി. ഉമർ റളിയല്ലാഹു അൻഹു വിധവകളായ സ്ത്രീകളെ, പ്രായമായവരൊക്കെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തിരുന്നു? വെള്ളം കോരി കൊണ്ടുപോയി കൊടുത്തിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ചെറിയൊരു പ്രയാസം നമ്മൾ തീർത്തു കൊടുത്താൽ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളൊക്കെ തീർത്ത്. ഇനി ഖിയാമത്ത് നാളിലെ പ്രയാസം എന്ന് പറഞ്ഞത് എന്താണ്? ഇവിടെ ഇനി തൊട്ടടുത്ത് വരാൻ പോകുന്ന കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. അതിലൊക്കെ അള്ളാഹു ദുന്യാവിലെ ആഖിറത്തിലും പ്രയാസങ്ങൾ തീർത്തരുന്ന പറഞ്ഞത്. ഇവിടെ പറഞ്ഞെന്താ പറയാ? ഖിയാമത്ത് നാളിലാണ്. കാരണം അത് ഇതിനേക്കാളും ഗുരുതരാണ്, വളരെ ഭീതിതമായ അവസ്ഥയാണ്. ആരും ശ്രദ്ധിക്കൂല. ഖുദാ കാ റൂബറൂ ജിസ് ദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ ന ഉസ് ദിൻ ബാപ്പ് ബേട്ടെ കാ ന ബേട്ടെ ബാപ്പ് കാ ഹോഗാ അല്ലേ? നമ്മൾ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ ആ ഭീതിതമായ അവസ്ഥയിൽ നിൽക്കുമ്പോ എന്താവില്ല? ബാപ്പ മോനെ തിരിഞ്ഞു നോക്കൂല, മോൻ ബാപ്പാനെ തിരിഞ്ഞു നോക്കൂലാണ്. സൂര്യൻ എത്ര മുകളിലുണ്ടാവുക? ഒരു ചാണ്. മിഖ്ദാറ മീൽ എന്ന ഹദീസിൽ കാണാം. മിഖ്ദാര് മീൽ എന്ന് പറഞ്ഞൊരു അർത്ഥം എന്താ പറയാ? സുറുമക്കോലാണ്. മീൽ എന്ന് പറഞ്ഞാല് സുറുമക്കോൽ ഇത്ര വലിപ്പം ഉണ്ടാവും. സുറുമക്കോലിന്റെ അത്ര ഉയരത്തിൽ സൂര്യൻ നിൽക്കുന്ന ദിവസമാണ്. അള്ളാഹു കാക്കട്ടെ. അന്ന് അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയത്ത് ഓതി. ഏത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഈ ആയത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങളൊക്കെ അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം, അത് മഹ്ശറിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ ബിക്കും ഇദാ ജമഅകുമുല്ലാഹു അസ്സ വജല്ല കമാ യജ്മഉ നബ്ലു
ഫിൽ കിനാന 50,000 സന ലാ യൻദുറു ഇലൈക്കും. എന്താ ഈ അമ്പ് പഴയ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പഴയ കാലത്തെ ഈ യുദ്ധത്തിന്റെ ഒക്കെ ചിത്രങ്ങളും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പുറത്ത് എന്തോ അമ്പ് വെക്കാനുള്ള ഇതവിടെ വെക്കുക, പുറത്തൊരു തോലിന്റെ പോലത്തെ, അതിനാണ് കിനാനത്ത് രാവനാഴി അല്ലേ? ഇവിടുന്ന് എടുക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ എടുക്കും. അപ്പൊ ആരെങ്കിലും എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യൂല എന്ന പോലെ അള്ളാഹു നമ്മളെ മഹ്ശറിൽ അങ്ങോട്ട് വിട്ടിട്ട് 50,000 കൊല്ലം തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാവും? അപ്പോഴാണ് അതൊരു വലിയ ശിക്ഷയാണെന്ന്. ആ സമയത്താണ് ചില ആൾക്കാർക്ക് ബിരിയാണി വരെ വേർപ്പ്, ചിലർക്ക് മുട്ടുംകാല് വരെ വേർപ്പ്, ചിലർക്ക് നെഞ്ച് വരെ വേർപ്പ്, ചില കഴുത്ത് വരെ, ചില വേർപ്പിൽ മുങ്ങി കുടിച്ച് നിൽക്കുക. ചൂട്, വല്ലാത്ത അപാരമായ ചൂട്, പ്രയാസം. ഇതിൻ്റെ ഒക്കെ ഇടയിൽ മനുഷ്യന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് രക്ഷ കിട്ടുക ആർക്കും അറിയോ? മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ കുർബത്തൻ മിൻ കുറബി ദുനിയ. ദുനിയാവിൽ ഏതെങ്കിലും ഒരു പ്രയാസം തീർത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രയാസം അള്ളാഹു രക്ഷപ്പെടുത്തും. നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സംഘടന പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. ഈ നിയ്യത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ നമ്മളൊരു ഫിൽസ് ഒരു കവറിലിട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അതിന്റെ പേരിൽ ഒരു കുടുംബം ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതിലൊരു പങ്ക് തന്നാലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അതിന്റെ ഒക്കെ നിയ്യത്ത് നന്നാക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വഅലം അന്ന കുല്ല അർഖിൻ ലം യുഖ്രിജുഹു തഅബു ഫീ സബീലില്ലാഹ് മിൻ ഹജ്ജിൻ വജിഹാദിൻ വസിയാമിൻ വഖിയാമിൻ വതറദ്ദുദിൻ ഫീ ഖളാഇ ഹാജത്തി മുസ്ലിമിൻ വതഹമ്മുലി മശഖത്തിൻ ഫീ അംരിൻ ബിമഅറൂഫിൻ ഔ നഹ്യിൻ അൻ മുൻകരിൻ ഫസയുഖ്രിജുഹു അൽ ഹയാഉ വൽ ഖൗഫു ഫീ സഈദിൽ ഖിയാമ വയതൂലു ഫീഹിൽ കർബ്. എന്താ ഖിയാമത്ത് നാളില് വേർപ്പിൽ മുങ്ങിക്കൊഴിച്ച് നിൽക്കുന്ന സമയത്ത് ദുന്യാവില് അള്ളാന്റെ മാർഗത്തില് ഒരു തുള്ളിയെങ്കിലും വേർപ്പ് എത്തിക്കാത്തവൻ, അതായത് അതിൽ ത്യാഗം സഹിക്കാത്തവൻ. ഏസിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പണിയെടുത്താൽ കൂലിട്ടൂല എന്നതിന് അർത്ഥം വെക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ കാലത്ത് പ്രയാസം അനുഭവിച്ചു എന്നുള്ളതിന്റെ ഒരു അർത്ഥം. പ്രയാസം അനുഭവിച്ച ആൾക്കാർ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണ്. നമ്മളെ പഴയ കാലത്ത് ഉസ്താദന്മാർക്കൊന്നും ഇങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ നടന്നിട്ടും പ്രയാസം, അതിനുള്ള കൂലി അവർക്ക് കൂടുതൽ കിട്ടും ചെയ്യും. നമ്മളെപ്പോലത്തെ കുറെ പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാവും ചെയ്തിട്ടില്ല, ഉഖ്റവിയായ പ്രയാസങ്ങൾ. അല്ലാഹു എല്ലാവരും ആ പ്രയാസം രക്ഷപ്പെടുത്തിയായിരുന്നു. ഒന്ന് ഹജ്ജ് വലിയ ഇബാദത്തല്ലേ? ഹജ്ജിന് വേണ്ടി ഒരാൾ പോയി ത്യാഗം ചെയ്യണം. അതാണ് ചില ആൾക്കാർ കപ്പലിൽ ഹജ്ജിന് പോകണം എന്നൊക്കെ വാദിക്കും ചിലവർ. എന്താ ത്യാഗം അറിഞ്ഞിട്ട് ഇങ്ങനെ പോകണം. ഹജ്ജ് അല്ലെ ജിഹാദ്, ഇപ്പൊ ജിഹാദിന്റെ സമയമില്ല, അത് അതിന്റെ സന്ദർഭത്തിൽ വസിയാമി നോമ്പ് വെച്ചിട്ട് പ്രയാസപ്പെടാൻ, അതും ത്യാഗം. വഖിയാമി നിസ്കാരം, പ്രയാസപ്പെട്ട് നിസ്കാരം. ഒന്നിട്ട് കാല് വേനാകുമ്പോഴത്തേക്കും കസാര നിസ്കാരം തുടങ്ങലല്ല. കസാര നിസ്കാരം ഫാഷനായിരുന്നു അല്ലേ? അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നിന്നിട്ടും ജീവിതത്തിൽ മരണം വരെ അള്ളാഹു ആരോഗ്യത്തോടെ തന്നെ നിസ്കരിക്കാൻ തോൽപ്പിക്കുകയല്ലേ. അതിന് ദ്വാരുന്നോളൂ. ഹാജത്ത് മുസ്ലിം. ഇതാണ് ഒരു മുസ്ലിമിന്റെ എന്തെങ്കിലും ഒരു ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയി ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരാള് വിസിറ്റിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊടുത്താൽ മതി, രക്ഷപ്പെടാത്ത മതി. നന്മ ഉപദേശത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുക. ഒന്നുകിൽ എന്താ ചെയ്യുക, ഒരാളെന്തെങ്കിലും നന്മ ഉപദേശിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഒരാളെ നന്മ ഉപദേശിച്ചപ്പോൾ അയാൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു, അതൊന്ന് ക്ഷമിച്ചു. ചില ആൾക്കാർ വല്ലാണ്ട് നിസ്സാരാക്കും അല്ലേ? നിങ്ങളെ പണി ആയിക്കോളുന്നവര് ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മളെ പണി നോക്കുക, നമ്മളെ കടമ നിർവഹിക്കുക, അതിലൊന്നും തളരാൻ പാടില്ല. അള്ളാന്റെ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് ചെയ്യുമ്പോൾ അബൂലഹബ് പിന്നിൽ നടന്ന് പറയല്ലായിരുന്നു അല്ലേ? അയാൾ വിശ്വസിക്കണ്ടിട്ട്, അയാൾ ഭ്രാന്തനാണ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. നമ്മളെ പറ്റി ജീവിതത്തിൽ ഇന്നേ വരെ ഒരാള് ഭ്രാന്തനാന്ന് പറഞ്ഞിരുന്നു ഇല്ലേ? നമ്മളൊക്കെ അവിടെ ത്യാഗം സഹിച്ചിരിക്കണം. നമുക്ക് ചെറിയ എന്തെങ്കിലും ഒന്ന് ഇൻസൾട്ട് ചെയ്യുന്ന അനുഭവം വരുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ നിർത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഔ നഹീനൻ മുൻകർ, അല്ലെങ്കിൽ ഒരു തിന്മ വിരോധിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. ഫസയുഖ്രിജുൽ ഹയാഉ, അങ്ങനൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഖിയാമത്ത് നാളിൽ പേടിയും ലജ്ജയും നന്നായി അങ്ങോട്ട് കൂടും. ഒന്നും ചെയ്തിട്ടില്ലല്ലോ റബ്ബേ എന്നുള്ളത് അക്കൗണ്ട് കാലിയായിരിക്കും. അവരാണ് എന്ത് ചെയ്യുക, ഖിയാമത്ത് നാളിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കാന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസാര നല്ല സുഖമുള്ള കിട്ടിയ ഉറക്കം വരണ്ട.
പിന്നെ ദുന്യാവിലെ മഹാന്മാരൊക്കെ ത്യാഗം സഹിച്ച എന്തിനാന്ന് അവിടെ പോയാൽ ഇവിടെ ത്യാഗം സഹിക്കാത്തവർ മനസ്സിലാക്കുന്നു. നമ്മൾ ചില എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞിട്ട് ജീവിക്കുന്ന കുറെ മഹാന്മാരെ കണ്ടിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ ഇവരൊക്കെ ഇവർക്കൊന്ന് അടിച്ചു പൊളിച്ച് നടന്നൂടെ എന്നൊക്കെ ചിന്തിക്കൂല. അങ്ങനെ ചിന്തിച്ചവരൊക്കെ അവിടെ നിന്ന് പറയുന്നതാണ് ഇവരിതിനാണില്ലേ അന്നിങ്ങനെ ത്യാഗം സഹിച്ച് നടന്നത് എന്ന് പറയുന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്ബാ ജായിൻ, വിശന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, വകസാ വരിയാനൻ, വസ്ത്രം ധരിക്കാനില്ലാത്ത ഒരാൾക്ക് വസ്ത്രം കൊടുത്തു, വാവ മുസാഫിറൻ, ഒരു യാത്രക്കാരന് അഭയം കൊടുത്തു, ആദഹുല്ലാഹു മിൻ അഹ്വാലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഭീകരതകളിൽ നിന്ന് അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തുമെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മൂന്നും ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് നമ്മൾ പ്രവാസികൾ, അല്ലേ? അല്ലേ? നാട്ടില് നമ്മളെ കാരണം എത്ര കുടുംബങ്ങളിൽ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും മഹല്ല കമ്മിറ്റിന്റെ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും ചാരിറ്റിയിൽ കൂടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് വിശന്നവന് ഭക്ഷണം കൊടുക്കുക. ചിലപ്പോൾ ഈ വിസിറ്റിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും വളരെ പ്രയാസപ്പെടുന്നത്. നമ്മൾ എത്ര ഭക്ഷണം വേസ്റ്റായി കൊടുക്കണം, അതിന് കണക്ക് വരേണ്ട എന്ത് ചെയ്യണം? പല ആൾക്കാരും നമ്മൾ ചെയ്യണം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാൽ ചില ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, കടം കൊടുത്ത് സഹായിക്കാം. നമ്മൾ അടുത്ത് വരാണ്ട് ഇൻഷാ അല്ലാഹ്. ഭക്ഷണം ഒരു വലിയ നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തന്നെയല്ലേ പറയാ, അല്ലേ? ഇത് രണ്ടും കൊടുക്കാൻ പറ്റിയ ആൾക്കാരാണ് നമ്മൾ. ഫുഡും കൊടുക്കാം, അക്കോമഡേഷൻ. നമ്മൾ പ്രയാസപ്പെട്ട് നമ്മൾ കഴിയുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും ബെഡ് സ്പേസ് ഒപ്പിച്ചു കൊടുക്കെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും, കൂലി കിട്ടും. കാരണം അല്ല ഏതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്താന്ന് അറിയാൻ പറ്റില്ല. ആവാ മുസാഫിറൻ, അതായത് വിസിറ്റിൽ വന്ന ആളെ അഭയം കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊടുത്താൽ അള്ളാഹു നമ്മളെ മറ്റു പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും. അള്ളാഹു അങ്ങനെ പാവങ്ങളെ സഹായിക്കാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. പക്ഷെ ഇത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ജോലി കിട്ടിയ വിളിച്ചു പറയരുതാ. അങ്ങനെ സംഭവമുണ്ട്. ഈ ചില ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയും അൽഹംദുലില്ലാ നല്ല ജോലിയാണ്, വന്ന കാലത്ത് എന്തായിരുന്നു, പിന്നെ 800 റുപ്യ ശമ്പളത്തിന് കയറിയതാ, പിന്നെ ഞാൻ പിടിച്ചോണ്ട് റൂമിൽ കൊടുന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രയാസം കണ്ടിട്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കൂല, പിന്നെ വാക്കൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞ ആൾക്കാരെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഒന്നും കാര്യമില്ല. കാരണം നമ്മൾ അയാളേക്കെന്ന് എന്തോ വാക്ക് പ്രതീക്ഷിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാന്റെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാ ഈ ജോലി കിട്ടുന്ന ആൾക്കാരെന്ത് ചെയ്യണം, അതുവരെ വന്ന വഴി മറക്കാനും പാടില്ല. അത് അവരാണ് നോക്കേണ്ടത്. നമ്മളായിട്ട് വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അവര് ഓർക്കണം. അത് ഓരോരുത്തരും ചെയ്യും. വന്ന വഴി ഒരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത്. നമ്മൾ ചിലപ്പോൾ കുറെ ഉയരങ്ങളിലൊക്കെ ഇങ്ങനെ എത്തും, പക്ഷെ വന്നപ്പോ നമുക്ക് ആരും ഉണ്ടായിണ്ടാവില്ല. അപ്പൊ ആരും നോക്കാതിണ്ടായപ്പോ പ്രയാസം അനുഭവിച്ചപ്പോ നോക്കിയ ആളായിരിക്കും. അയാൾ ചിലപ്പോ ഇപ്പൊ തേവാനായി ഉണ്ടാവും. അപ്പൊ കഴിയണ പോലെ അവരെ തിരിച്ചും സഹായിക്കുക. അതിനൊക്കെ വെറും ഈ ദുന്യാവിലല്ല, നമുക്ക് ആഖിറത്തിലും അല്ലാഹ് അതിന്റെ കൂലിയൊക്കെ തരും. വെറും നിസ്കാരം നോമ്പ് മാത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, ഈത്തികാഫ് ഇരിക്കണ ആളോട് ഇറങ്ങിയിട്ട് വേറെ ആളെ സഹായിക്കാൻ പോകാൻ പറഞ്ഞില്ലേ. അപ്പോ ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്മകളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖിയാമത്ത് നാളിന്റെ ഭീകരതകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഇദാ ജാഅത്തിസ് സ്സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. ഈ ആയത്ത് ശരിക്കും ശ്രദ്ധിക്കണം. ഖിയാമത്ത് നാളിന്റെ ഭീകര ശബ്ദം കണ്ട് വന്നാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖി. ഇത് ഈ ഓർഡർ ശ്രദ്ധിക്കണേ. ഓർക്കാൻ വേണ്ട, നിങ്ങൾ സലാത്തുൽ ലിഗാത്തങ്ങൾ എണീറ്റിക്കാൻ പ്രയാസപ്പെടുന്നുള്ളതുകൊണ്ടാണ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആദ്യം പറഞ്ഞെന്താ, ആരെടുത്തുനിന്ന് ഓടുന്നു? ആദ്യം പറഞ്ഞു മനുഷ്യന്മാരൊക്കെ ഓടും, മനുഷ്യരോടും. ആദ്യം പറഞ്ഞ മിൻ മിൻ അഖി. അഖ് എന്ന് പറഞ്ഞാരാ? സഹോദരന്റെ അടുത്തുനിന്ന് ഓടും. പിന്നെ പറഞ്ഞതോ ഉമ്മിഹി വാബി, ഉമ്മാന്റെ അടുത്തുനിന്നോടും ഉപ്പാന്റെ അടുത്തുനിന്നോടും. പിന്നെ സ്വാഹിബത്തിഹി വബനി, ഭാര്യന്റെ അടുത്തുനിന്നോടും മക്കളെ അടുത്തുനിന്നോടും. ലാസ്റ്റാണ് ആരെ പറഞ്ഞത്?
മക്കളെ പറഞ്ഞത്. ആദ്യം പറഞ്ഞ ഒരാള് വേറൊരാളുടെ എന്തെങ്കിലും അതിക്രമം ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം അതിക്രമം ചെയ്യാൻ സാധ്യത സഹോദരനോടാണ്. ഉമ്മാനോട് അത്ര ചെയ്യൂല. തൊട്ടടുത്ത സ്റ്റെപ്പ് ഉമ്മാനോടാ ചെയ്യുക. മനുഷ്യന്റെ പ്രകൃതിയാണ് ഉമ്മാനോടാ ചെയ്യുക. പിന്നീട് ഭാര്യയോട് എന്ത് ചെയ്യുക? അതിക്രമം കാണിക്കുക. കാരണം ഉമ്മാനെ ഒരാൾ സ്നേഹിച്ചാൽ, വയസ്സുകാലത്തൊക്കെ ഉമ്മാനെ സ്നേഹിച്ചാൽ അള്ളാനെ പേടിച്ചിട്ട് തന്നെ ആവും. പിന്നെ ഉമ്മ ചെയ്തെന്ന് ഉപകാരം. അപ്പൊ പിന്നെ ഭാര്യയെ വെറുക്കാൻ കഴിയില്ല. കാരണം അള്ള പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത് അല്ലേ? പിന്നെ ഭാര്യ, പിന്നെയാണ് മക്കളെ എത്തുന്ന ലാസ്റ്റ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ? മക്കളെ നമ്മളിട്ട് നമ്മൾ മക്കളെ ഒഴിവാക്കാന്നുള്ളത് പെട്ടെന്നൊന്നും സംഭവിക്കൂല. അതുപോലും സംഭവിക്കും എന്ന് ഖിയാമത്ത് നാൾ. സിറാത്ത് പാലം കടക്കോളതാവും അവസ്ഥ എന്നാ. ആരും തിരിഞ്ഞു നോക്കൂല. എല്ലാവരും ബേജാറിലാവും. അല്ലാഹു കാക്കട്ടെ. പിന്നെ ഇതിന്റെ തഫ്സീറിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ മനുഷ്യന്മാർ എന്തിനാണ് ഇപ്പൊ ഓടുന്നത്? സംഭവം ഇതിന്റെ പേടിച്ചിട്ടാണ് ഓടുന്നതെങ്കിൽ ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഓരോരുത്തർക്കും കിട്ടാനുള്ള ഹക്ക് പിടിച്ചു വാങ്ങാൻ ബാക്കിയുള്ളവർ വരും. അപ്പൊ അതിൽ നിന്ന് ഓടുകയാണ്. മക്കൾ വന്നിട്ട് പറയും, നിങ്ങൾ എന്നെ ശരിക്കും ദീന് പഠിപ്പിച്ചിട്ടില്ല വാപ്പാന്ന് പറയുമ്പോൾ മക്കളെ അടുത്ത് ഓടും. ഉമ്മാന്റെ അടുത്ത് ഉമ്മ പറയുന്നത്, ഇതിനെ ശരിക്കും നോക്കിയിട്ടില്ല വയസ്സുകാലത്ത്, അള്ള പറഞ്ഞല്ലേ നോക്കാൻ. ഉമ്മാന്റെ അടുത്ത് ഓടും. ഉമ്മാന്റെ ഹക്ക് വാങ്ങുന്നത്. ഭാര്യ പറയും, നിങ്ങൾ എന്നെ ഹറാമ് തീറ്റിച്ചില്ല മനുഷ്യ, അതുകൊണ്ട് നിങ്ങളില്ല ഇപ്പൊ ഞാനിങ്ങനെ കുടുങ്ങിയത് എന്ന് പറയുമ്പോ അവളെ എടുത്തുനിന്ന് ഓടും. പിന്നെ ആരടുത്തേക്ക് ഓടുക? ആരടുത്തേക്ക് ഓടുക? അവിടെ ആരുമില്ല. പക്ഷെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരും. ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആകെ പ്രതീക്ഷ ആകെ തന്നെ ഉള്ളൂ അല്ലേ? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മളെ പിന്നാലെ കൂടുന്ന തന്നെ നമുക്ക് തോന്നുന്നത്. അള്ളാഹു കാകട്ടെ. വലിയൊരു അനുഗ്രഹം ചെയ്തല്ലേ. നമ്മളെ അമലുകൊണ്ട് നമുക്ക് എന്ത് കയറാൻ പറ്റുള്ളൂ എന്നുണ്ട്. നമ്മളൊക്കെ എങ്ങനെ സ്വർഗത്തിൽ കയറാം? അള്ളാഹു സ്വർഗം തരട്ടെ. രാമിന് ഉഷാറില്ലാത്ത ചില മശായിഖന്മാര് പറയുന്നുണ്ട്, മനുഷ്യന്മാര് ദുന്യാവിന് സ്വന്തം കാര്യമായിട്ട് ഓടുന്ന ആൾക്കാര് നാളെ സ്വന്തം കാര്യമായിട്ട് ഓടേണ്ടി വരും. നെഫ്സി എന്ന് പറഞ്ഞോടും. എന്നാൽ ദുന്യാവിൽ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ നാളെ എന്ത് ചെയ്യും? അള്ളാഹിനെ തന്നെ ആലോചിച്ച് നടക്കും. അവർക്ക് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ പ്രയാസമില്ലാത്ത കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരും. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാന്ന് വലിയ ആര്യങ്ങളെ പറ്റി പറയണ്ട. അവര് ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയില്ല, ആൾക്കാരെ കൂട്ടത്തിലായിരിക്കും. പക്ഷെ അവരെ മനസ്സെവിടാവും? അള്ളാഹുമായി ബന്ധപ്പെട്ടാവും. ഇന്ന് ജനങ്ങൾക്ക് അവർ ഉപകാരം ചെയ്യണ്ടാവും. അതെന്താവും? ഈ നമ്മളെ ചെറുശ്ശേരി സ്ഥാനൊക്കെ ഒരു സ്വഭാവം ഉണ്ടായി. അള്ളാഹു ഒരു നിറച്ച് ഉയർത്തി കൊടുക്കട്ടെ. വെള്ളം മന്ത്രിക്കാനോ കൊടുത്താല് അത് കുറെ നേരം ഇരുന്ന മന്ത്രിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ കുറച്ച് നേരം എപ്പം കൊണ്ട് ഊരി തന്നെ കുറച്ച് തിരക്കായി പോകും. അപ്പോൾ ഞാനൊന്ന് ഇതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് മന്ത്രിക്കട്ടെ എന്നാല് കുറേ നേരം ഇരുന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യും. അതായത് നമ്മളൊരാൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നെ അത് അയാൾക്ക് ഫലം ചെല്ലാതെ ഇപ്പൊ 4 ഊത്തുസ്താവ് ഊതി തന്നാലും നമുക്ക് സന്തോഷമാകും. പക്ഷെ അതെന്താണ്? ചെയ്യണ കാര്യം നല്ല പോലെ ആവണം. ഞാൻ പറഞ്ഞില്ലേ, ഹൈദരലി തങ്ങളെ പറ്റിയിട്ടൊരു നാട്ടിലെ വളരെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകൻ പറഞ്ഞത്, പിന്നെ ഇവര് പ്രസംഗിക്കാനുള്ള വേദിയിൽ ഉദ്ഘാടനത്തിന് വന്നിരിക്കുകയാണ് തങ്ങള്. അപ്പൊ തങ്ങള് തേൻകുപ്പി മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ തിരക്കൂട്ടിയിട്ട് ഓരോ തേനുണ്ട്. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞത്ര തങ്ങപ്പാപ്പാക്ക് ബുദ്ധിമുട്ടാവില്ല, അതുകൊണ്ട് എല്ലാ തേനും കൂടി ഒരു പാത്രത്തിൽ അങ്ങോട്ട് ആക്കിയിട്ട് പിന്നെ അതിൽ നിങ്ങൾ ഓരോ കുപ്പിയിലാക്കിയിട്ട് കൊടുത്തോളൂ. അപ്പൊ അങ്ങനെ ചെയ്യാണ്. തങ്ങൾ അത് തിരക്കടില്ല എന്ന് പറഞ്ഞ് തങ്ങൾ തിരക്കുണ്ടാവല്ലോ. തങ്ങൾ മന്ത്രിച്ചൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പ്രയാസപ്പെടുത്തുമ്പോ ഈ ആള് ചോദിച്ചത്ര തങ്ങൾ ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞത്ര തങ്ങള് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ളത് തന്നെയല്ലേ. നമുക്കൊക്കെ ഒന്ന് നല്ല തിരക്കുള്ള സമയത്ത് 2 ഫോൺ വന്നാൽ നമുക്ക് ചൂടാവൂലേ? അപ്പൊ അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുക, അവരൊക്കെ വിശ്രമം കബറിലാവും. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ നമുക്കൊക്കെ ഉണ്ടായൊരു ചിന്തയാണ്, തങ്ങള് വിശ്രമിക്കാവും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പക്ഷെ തങ്ങള് വിശ്രമിക്കായിരിക്കുന്നത് അന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മൻ സാലി അഖീഹിൽ മുസ്ലിമി ഫീ ഹാജത്തിൻ, ഒരാൾ ഒരു മുഅ്മിനിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ അങ്ങോട്ട് പരിശ്രമിച്ചു നടന്നു, ഫഖുളിയത് ലഹു,
കാര്യം നടന്നു, ജോലിക്ക് വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചു, ജോലി കിട്ടി. ഔലം തുഖ്ത, അല്ലെങ്കിൽ നമ്മൾ കുറെ ശ്രമിച്ചതല്ലാതെ കാര്യം ശരിയായില്ല. എന്നാൽ ഗഫറല്ലാ, ജോലി എന്നുള്ള ഞാൻ ഇവിടുത്തെ സാഹചര്യം കൊണ്ട് പറഞ്ഞതാണ്, എന്ത് പ്രയാസമാണെങ്കിലും ശരി. ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, അവന്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. വകതബ ലഹു ബറാഅത്തു മിനൻ നാർ വ ബറാഅത്തു മിനൻ നിഫാഖ്, നരകത്തിൽ നിന്നുള്ള മോചനവും കൊടുക്കും, നിഫാഖിൽ നിന്നുള്ള മുനാഫിഖ് ആവുന്നതിൽ നിന്ന് അള്ളാഹു അവനെ കാക്കുമെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാനത് ചെയ്താൽ ശരിയാവില്ലേ, അത് ക്ലിക്കാവില്ലേ, അതൊന്നും നോക്കണ്ട, നമ്മൾ ശ്രമിച്ചു നോക്കാം. റെഡിയാക്കണതൊക്കെ ആരാണ്? അള്ളാഹു ആണല്ലോ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ കെണിപ്പുകൾക്കും സ്വതക്ക ഉണ്ട് അല്ലെ, അതിനൊക്കെ സ്വതക്ക കൊടുക്കണം എന്നാണ്. അപ്പൊ ഈ സ്വതക്ക, അപ്പൊ ഞാൻ അത് കൊടുക്കാൻ ഒരാൾക്ക് പറ്റിയില്ലെങ്കിലോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ ഒരു നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക. ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച. ഞാൻ പറഞ്ഞത്, നമ്മളെ മുമ്പിൽ നിസ്കരിക്കാൻ നിന്നിരുന്ന ഒരാള്, അപ്പൊ അയാള് 3/4 പറഞ്ഞൂടാ, അത്രക്കാണ്ട് ഉഷാറായിട്ടില്ല, എന്നാ അതിന്റെ തൊട്ട് താഴെ പറഞ്ഞ സാധനത്തിനേക്കാളും കുറച്ച് വലിപ്പമുണ്ട്, അങ്ങനത്തെ ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ ഉഷാറ് ഇങ്ങനത്തെ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഇയാളോടൊന്നും പറയണല്ലോ, ആള് മലയാളി ഒന്നല്ല ആള്, ഇതിങ്ങനെ പറയണല്ലോ എന്നുള്ള ആൾക്ക് ഇങ്ങനെ. അപ്പോഴാണ് സുബ്ഹാന മൻ ജല്ല അയാള് സുജൂദ് ചെയ്തത്. സുജൂദ് ചെയ്തപ്പോ ഉറപ്പായി അയാളോട് എന്തായാലും പറയണമെന്ന്. ഒരു ചെറിയ കുട്ടി, വേറെ നാട്ടിലുള്ള ഒരു കുട്ടി എന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എന്തിനാ പഠിച്ചോനെ ഈ ജുമാന്റെ നേരത്ത് അൽക്കറുകളും ഈ കുട്ടി ചിരിക്കണത്. അപ്പൊ കുട്ടി ചിരിക്കുന്നത് കണ്ടിട്ടാണ്. കുട്ടി നല്ല ഉഷാറിൽ ഡ്രസ് ചെയ്ത് വന്നത്. അപ്പൊ അയാളുടെ ഒരാളിങ്ങനെ പറയുന്നുണ്ട് നിസ്കരിക്കുമ്പോൾ അത് പാടില്ല. പിന്നെ ഭാഗ്യവശാൽ ഇയാളുടെ ഒരു പല അവസരം ഇങ്ങനെ അള്ള തരട്ടെന്ന് മനസ്സിൽ തോന്നിയുണ്ട്, എന്തോ അയാളെ മുമ്പിൽ ഗ്യാപ്പ് ഒന്ന് കയറുന്നപ്പോ അയാളെ തോണ്ടിയിട്ട് ഇതിങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അയാള്, അതായത് എനിക്കറിയാം സംഭവം, പക്ഷെ ഞാൻ കുടുങ്ങി പോയിക്കുന്നതെന്നാണ് അയാൾ ആ ഭാവത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ പിന്നെ അയാളെ വഷളാക്കാൻ പാടില്ലല്ലോ നമ്മള്. പക്ഷെ ഈ സാധനം നിസ്കാരം ശരിയല്ലല്ലോ, എന്ത് പരിഹാരമാവുന്നു ഇങ്ങനെ ആലോചിക്കുമ്പോൾ ബാക്കിലുള്ള ഒരു അറബി മലയാളി എന്നല്ലാത്ത ഒരാൾ കന്തൂറി അടിയിൽ പൈജാമ ഇട്ട് വന്നു. എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി ആ മനുഷ്യനോട്. മനുഷ്യൻ നേരെ തയ്ച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു, അടിയിലുള്ള പൈജാമ അയച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു. അതിട്ടിട്ട് ഇയാൾ നിസ്കരിച്ചു. അത് നമ്മളൊക്കെ എന്താ ചെയ്യാ, ഇവൻ രണ്ടിട്ടം പറഞ്ഞിട്ട് നമ്മള് അല്ല. പക്ഷെ ഇയാൾക്ക് ഇവന്റെ നിസ്കാരം ശരിയാക്കി അടങ്ങൂ എന്നുള്ള ഒരു വാശി ഇയാൾ വളരെ നല്ല സ്നേഹബുദ്ധിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ചില നല്ല കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് അല്ലാഹു കൂലി തരുന്നതാണ്. അതുപോലെ അപ്പൊ ഒരു അമ്രുബിൽ മഅറൂഫ് നഹീൻ അനിൽ മുൻകർ, ചീത്ത കാര്യം നമുക്ക് തോന്നും പൊതുവെ എന്ത് പഠിച്ചോന്നിട്ട് പറഞ്ഞപ്പോ ഇയാളെന്താ നമ്മളോട് പറയാം. ചില ആൾക്കാരുണ്ടോ കൈമ ചെയ്യുന്ന കിട്ടുന്നുണ്ടാവും അല്ലേ, നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് തോന്നുന്നത് ഇയാളോട് പറയാം. അപ്പൊ നമ്മളെ മനസ്സിലൊന്നേ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരുടെ ഇടയെന്ന് പറയണ്ടേ, ഇയാളെ ചിലപ്പോൾ നമ്മളോട് ചൂടായാലും ആൾക്കാരുടെ നമ്മൾ വഷളാവില്ലേ തോന്നും അല്ലേ. ചിലപ്പോൾ അയാൾ പറയുന്നത് ഇതെന്താ, ഇത് ഏതാ ഹദീസിലുള്ള അങ്ങനെ ചോദിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിലോ ഞാനങ്ങനെ ഇട്ടോട്ടെ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കും. ഒക്കെ നമ്മളെ തെറ്റിദ്ധാരണയാണ്, അള്ളതല്ലാതെ വേറൊന്നും കണക്കാക്കിയിട്ടുണ്ടാവുക. നമ്മൾ പറഞ്ഞ് നമ്മളെ ബാധ്യത തീർന്നില്ല. തിന്മ കണ്ടാൽ തിന്മ, അത് പിന്നെ വേറൊന്നുണ്ട്, ഒന്ന് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ട ആൾക്കാർ പറയണം. അത് നമുക്കിപ്പോ പറയലാണ് അതിലെ ഹൈർ എന്ന് തോന്നുന്ന നിലക്കാണ് എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഇപ്പൊ നാട്ടില് നിയമം കയ്യിലെടുക്കാൻ വ്യക്തികൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നല്ല കാര്യങ്ങളൊക്കെ ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും. ഒരാളെ കണ്ട ഉടനെ ഇയാൾ നരകത്തിലേക്ക് ഉറപ്പാക്കി എന്നുള്ള അവർ ചിന്തിക്കരുതെന്ന് മാത്രം. അപ്പൊ ഇനി അതിനും കഴിയില്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ വഴിയിലുള്ള ഒരു പ്രയാസം എടുത്തിട്ട് നീക്കിക്കളയാം. അതിനും കഴിയില്ലെങ്കിലോ ഒരു ലൈഫായ ആളെ സഹായിക്കുക. ഇനി അതിനും പറ്റുന്നില്ലെങ്കിലോ നാട്യവസ്ഥ പറഞ്ഞ പോലെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കണ്ട, പ്രയാസം ഉണ്ടാക്കണ്ട. നമ്മൾ ഉപദ്രവത്തിൽ നിന്നെങ്കിലും ആൾക്കാർ രക്ഷപ്പെടട്ടെ. പിന്നെ മനുഷ്യന്മാര് സ്വതക്ക കൊടുക്കുക. സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറും പൈസ നമ്മൾ വിചാരിക്കും അല്ലേ. പൈസ സ്വതക്ക എന്ന് പറഞ്ഞാൽ ഉടൻ പൈസ ആണ്.
എന്നാൽ സ്വതക്കെ പെട്ടതാന്നാണ് ഒരു ഏതെങ്കിലും മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുക എന്നുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ മശാബി ഹഖി അഖീഹി ഇലൈഹി ലിയഖ്ദിയഹു ഫലഹു ബികുല്ലി ഖുത്വത്തിൻ സദഖ. ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം, ഒരാൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസക്ക് പ്രയാസം വന്നിട്ട് ഇന്ന് രാത്രി എനിക്ക് ഇടേണ്ടതാണ് പൈസ, ഞാൻ എന്താ ചെയ്യാതെ കുടുങ്ങിയിട്ടുണ്ട്, എനിക്കാണെങ്കിൽ ഇവിടെ എവിടെ ATM ഇല്ലാന്ന് പറഞ്ഞു നിൽക്കുക, നമ്മളടുത്ത് പൈസ ഉണ്ട്, ഇന്ന് ഇവിടെ ഒന്ന് വാങ്ങിക്കോന്ന് പറഞ്ഞാൽ ഈ സാധുവിന് വരാനായിട്ട് പറ്റൂല, എന്റെ ആവശ്യമില്ല, ഇത് ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞതിന്റെ ആവശ്യം, ഇത് എന്റെ ആവശ്യമാണ്. എന്താ അവനെ സഹായിച്ച് സ്വർഗം കിട്ടല് എന്റെ ആവശ്യമാണ്. നമ്മളെ അടുത്ത് തന്നെ ATM ഉണ്ടാവും, ഒന്ന് നടന്നു പോയിട്ട് ഇട്ട് കൊടുത്താൽ ഇത് കാരണം ചിലപ്പോൾ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, എന്തും അതിന്റെ സന്ദർഭത്തിനനുസരിച്ച് ചേർത്ത് വായിക്കാം. ഇനി അടുത്ത ഭാഗം മുഅസ്സിരീൻ. ഒന്നാമത്തെ കഴിഞ്ഞു എന്ത്? മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ദുനിയാവിലെ ഒരു പ്രയാസം ഒരാൾക്ക് തീർത്തു കൊടുത്താൽ ആഖിറത്തിലെ ഖിയാമത്ത് നാളിലെ ഭീകരതകളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് രക്ഷ തരും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. വമൻ യസ്സറ അലാ മുഅസ്സിരീൻ. ഇനി മുഅസ്സിറായ അർത്ഥക പറയാം. മുഅസ്സിറായ ഒരാൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക്, ഞെരുക്കം നേരിട്ട ഒരാൾക്ക് എളുപ്പ വഴി തുറന്നു കൊടുത്തു, എളുപ്പമാക്കി കൊടുത്തു. എന്നാൽ അള്ളാഹു യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ. ആദ്യം പറഞ്ഞിടത്ത് ദുനിയാവ് പറഞ്ഞില്ല, ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അയാൾക്ക് എളുപ്പം കൊടുക്കും. ഇത് പറയണത് ശരിക്ക് ഈ യുസ്ർ എന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശം കാര്യമായിട്ട് എന്താണ്? ദുനിയാവിലെ ഞെരുക്കം കാര്യമായും സാമ്പത്തികമായിട്ട് വരിക അല്ലെ, കാര്യമായും വരുന്ന ഒരു പ്രയാസം സാമ്പത്തികമാണ്. അപ്പൊ ഇതില് മുഅസ്സിർ എന്ന് പറഞ്ഞാൽ ഒരാള് പ്രയാസപ്പെട്ടിട്ടുണ്ട്. മൂസിർ എന്ന് പറഞ്ഞാൽ നമ്മള് കടം വാങ്ങണ മസലൊക്കെ പറയുമ്പോൾ മുഅസ്സിർ എന്ന് പറയും. മൂസിർ എന്ന് പറഞ്ഞാല് അയാൾക്ക് വീട്ടാനൊക്കെ കഴിയും, അയാള് പൈസ ഉള്ള ആളാണ്, അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളാണ്. മുഅസ്സിർ എന്ന് പറഞ്ഞാൽ ഞെരുക്കം പ്രയാസമൊക്കെ നേരിടുന്ന ആളാണ്. അങ്ങനെ ഞെരുക്കം പ്രയാസമൊക്കെ ഉള്ള ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്തു? പ്രയാസമൊക്കെ നീക്കി കൊടുത്താല്. അപ്പൊ ഇതില് കടം വാങ്ങിയ ആൾക്ക് ഒന്നുകിൽ അവധി നീട്ടി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അയാളോട് പൈസ വേണ്ട എന്ന് പറയാം. വാൻ തസദ്ദഖു ഖൈറുൻ ലക്കും. നിങ്ങളോട്ട് സ്വതക്കായിട്ട് കൊടുക്കുക, അതാണ് നിങ്ങൾക്ക് ഖൈറ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, മൻ അൻളറ മുഅസ്സിറൻ. ഒരാള്, ഇത് ശരിയാക്കണം, ഒരു പ്രയാസപ്പെട്ട ഒരാള്, അതായത് കടമൊക്കെ വാങ്ങി കടം വീട്ടാൻ അയാൾക്ക് ഗതിയില്ല, ഇങ്ങനെ വന്നാൽ ഇപ്പൊ അയാൾക്ക് പ്രയാസമാണെന്ന് വെക്കുക, എന്നാൽ അയാൾക്ക് നമ്മൾ അവധി നീട്ടിക്കൊടുത്തു. ഔ വലാലഹു, അല്ലെങ്കിൽ അയാൾക്കൊരു എന്ത് ചെയ്തു? ഒരു ഇളവ് കൊടുത്തു, സംഖ്യയിൽ ഒരു ഇളവ് കൊടുത്തു. ഒരു 500 വാങ്ങിയത്, അത് സാരല്ല, അതിലൊരു 300 തന്നാൽ മതി, ബാക്കി ഞാൻ പൊരുത്തപ്പെട്ടു എന്നറിയാം, അത് വലിയ ആശ്വാസമാവും അയാൾക്ക്. അങ്ങനെ ചെയ്താൽ അൻജാഹുല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു ഇയാളെ രക്ഷപ്പെടുത്തുന്നു. ഇത് പലിശയെ കുറിച്ച് ഇറങ്ങിയ ആയത്താന്ന് ശരിക്കും. വാൻ തസദ്ദഖു ഖൈറുൻ ലക്കും എന്നറിയില്ല, നേരത്തെ ഫസ്റ്റ് ആയത്ത്. അത് പലിശ വാങ്ങിയ ആൾക്കാരോട് പറയണം, ഇനി ആ പലിശ കേട്ടോ ഒഴിവാക്കി കൊടുത്താണ്, പലിശ ഒന്നും ഇനി പാടില്ല, അതൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ട് പ്രയാസപ്പെടുന്നവരാണ്. പലിശ അടക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രയാസപ്പെട്ട് കഷ്ടപ്പെടുണ്ടാക്കിയ പൈസ അങ്ങോട്ട് അടച്ചാൽ പറയാം, എന്താണ് പറയാ, ഇത് മുതലിൽക്കായിട്ടില്ല, പലിശക്കാണായത് അല്ലേ, അത് പറയാം. ഈ പലിശ വാങ്ങുന്ന ആള് വിചാരിച്ചാ പോരാ, വേണ്ടെന്ന്. 3 കാര്യങ്ങള് സുന്നത്തിന് വാജിബായ കാര്യമുണ്ട്, നിർബന്ധമായ കാര്യം, സുന്നത്തായ കാര്യമുണ്ട്. അതിൽ സുന്നത്തിന് വാജിബിനേക്കാളും കൂലി കിട്ടുന്ന 3 കാര്യമുണ്ട്. ഒന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഏതാ? പറയാം, അതന്നെ, മാഷാ അല്ലാഹ്. സലാം പറയാന്നുള്ള എന്താ? സുന്നത്താണ്. നമ്മ അടക്കാന്നുള്ളതോ നിർബന്ധമാണ്. ഏതിനെ കൂലി കൂടുതൽ കിട്ടുക? പറയണേനെ മറക്കണേനെ? പറയണ സുന്നത്താണെങ്കിൽ പറഞ്ഞതുകൊണ്ടല്ലേ ഇവ മടക്കിയത് അല്ലേ? അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറയാ, ഒരാൾ കടം കൊണ്ട് വലഞ്ഞു, എന്നിട്ട് അയാൾക്ക് നമ്മളൊരാൾ കടം കൊടുത്തു, ഇനി അത് വീട്ടാൻ വേണ്ടിയിട്ടുള്ള അവധി എത്തിയപ്പോൾ അയാൾ ആകെ കുടുങ്ങിയിട്ടുണ്ട്. അയാൾ കുടുങ്ങിയിട്ടുണ്ട്, എനിക്ക് അവധി ഒന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞാൽ അത് നീട്ടിക്കൊടുക്കല് നിർബന്ധമാണ് നീട്ടിക്കൊടുക്കല്. നമ്മളെ അവസ്ഥ കൂടി പരിഗണിക്കുക, പക്ഷെ ആളെ ഇടങ്ങേറാക്കരുതെന്ന് മാത്രം നീട്ടിക്കൊടുക്കല്. എന്നാൽ ഇതിൽ സുന്നത്താണ് എന്തെന്ന് അറിയാം.
പൈസയിൽ ഇളവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈസയിൽ ഇളവ് ചെയ്ത് കൊടുക്കും. 1000 ദിർഹംസല്ലേ തരാൾ, അങ്ങനെ ആകെ കുടുങ്ങിക്കണമെന്ന് പറയുമ്പോൾ പറയാം അത് സാരമില്ല, എൻ്റെ ഒത്തത് ഇപ്പം എത്ര 700 ഒത്തുക്കണം, എന്നാലും തന്നു, ബാക്കി ഞാൻ പൊരുത്തപ്പെട്ടുന്നേരാ. ഇതിൽ കൂലി കൂടുതൽ ഏതിനറിയോ? ഏതിനാ? സുന്നത്ത് ഈ ഒഴിവാക്കി കൊടുത്തില്ല, ഒഴിവാക്കി കൊടുത്തതിനാണ് കൂലി കൂടുതൽ. ഇതൊരു മൂക്കാക്ക് പിടിക്കാത്ത പോലെ അവധി നീട്ടി കൊടുത്താൽ അയാൾ എന്നായാലും ഇതേ സംഖ്യ തിരിച്ചു കൊടുക്കണ്ടേ. ഇതിപ്പോഴും ആ സംഖ്യ ചുരുക്കി കൊടുത്താൽ എളുപ്പമായി. അതിപ്പോ ഒരു 10 ലക്ഷം തരാനുള്ളതുകൊണ്ട് വരെ 5 ലക്ഷം എത്തിട്ടുള്ളൂ, ബാക്കി 5 ലക്ഷം പൊരുത്തപ്പെട്ടു ഒന്ന് പൊള്ളു അല്ലേ? പൊള്ളണ്ട, അവിടുന്ന് പൊള്ളുമ്പോ എന്താവും അല്ല. ഇവിടെ ചില ആൾക്കാർ ഇപ്പൊ ഞാൻ തന്നെ 5 ലക്ഷം ഇല്ലാതെ കുടുങ്ങിയിട്ട് നിൽക്കണം, പിന്നെ ഞാൻ 2.5 ലക്ഷം പൊരുത്തപ്പെട്ട് കൊടുത്താൽ പിന്നെ ഞാൻ ഫക്കീറാവില്ല, പിന്നെ ഞാൻ അന്തേക്കൊന്ന് കടം വാങ്ങേണ്ടി വരുന്നതാണ്. എന്തായാലും ആ കഴിഞ്ഞുള്ള എന്ത് ചെയ്യാ സാമ്പത്തിക ശേഷിയൊക്കെയുള്ള അവസ്ഥയിലൊക്കെ അള്ളാഹു നമ്മളൊക്കെ ആക്കി തരട്ടെ, പാവങ്ങളെ സഹായിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, സുന്നത്തിന് ഫർളിനേക്കാളും കൂലിയുണ്ട്. ഏതാ? ബാങ്ക് കൊടുക്കണ മുമ്പ്, സമയമാവണ മുമ്പ് ഓത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ള എന്താണ്? സുന്നത്താണ്. സുന്നത്താണ്. സമയമായി പിന്നെ നിസ്കരിക്കാൻ പോകുമ്പോൾ ഓത് കൊടുക്കൽ എന്താണ്? നിർബന്ധമാണ്. പക്ഷെ ഏതിനാ കൂലി കൂടുതൽ? സുന്നത്തിന്. നേരത്തെ ഓതൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക എന്നുള്ളത്. അപ്പൊ എന്തായാലും ഒരാള് പിന്നെ കടം കൊണ്ട് വലഞ്ഞാൽ അയാളെ സഹായിക്കണതിന് വലിയ പ്രതിഫലം ഉണ്ട് എന്നാണ്. കടം കൊടുക്കുന്നതിന് വലിയ ശ്രേഷ്ഠത ഉണ്ടല്ലോ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മീറാജിന്റെ രാത്രിയിൽ സ്വർഗത്തിന്റെ വാതിൽ എഴുതി വെക്കപ്പെട്ടത് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചോദിച്ചാൽ ഖർബി 18 അംസാലി, എന്താ കടം കൊടുക്കുന്നതിന് 18 ഇരട്ടി കൂലിയുണ്ട്. സ്വതക്ക് കൊടുത്തതിനോ 10 ഇരട്ടിയുള്ളൂ. മനസ്സിലായില്ല? ഒരാൾക്കൊരു 10 റുപ്യ വെറുതെ കൊടുത്ത് സ്വതക്ക, അതിന് 10 കൂലി. എന്നാ ഒരാൾക്ക് 10 ദിർഹംസ് കടയിട്ട് കൊടുത്തു, അതിന് 18 കൂലി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്തപ്പോ ശരിക്കും ഏതാണ് ആവേണ്ടത്? സ്വതക്ക കൊടുത്തല്ലേ. പക്ഷെ കടം കൊടുത്തതിന് എന്താ എത്ര ശ്രേഷ്ഠത? അയ്യോ അതന്നെ, വന്ന സാഹിബൽ ഖർദി ലാ യഅതീക ഇല്ലാ വഹുവ യഹ്താജു ഇലൈഹി. എന്താ? സ്വതക്ക ചിലപ്പോൾ പൈസ ഉള്ളവന്റെ കയ്യിലും പെടും, സ്വതക്ക ചിലപ്പോൾ പൈസ ഉള്ളവന്റെ കയ്യിലും പെടും. എന്നാ കടം ചോദിച്ചു വരണമെങ്കിൽ കുടുങ്ങിയിട്ട് തന്നെ വരുള്ളൂ. മനുഷ്യന്മാരെ അങ്ങനെ ചെയ്യലാണ്, കുടുങ്ങിയാലല്ലേ കടം ചോദിച്ചു വരിക. അപ്പോ പ്രയാസപ്പെട്ടവനെ സഹായിച്ച കൂലിയാണ് എന്തിന്? കടം കൊടുക്കാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങളുമായി ഒരാള് ഖിയാമത്ത് നാളിൽ വന്നു. ഉള്ളിൽ ഈമാൻ ഉണ്ട്, വിശ്വസിച്ച ആളാണ്, മുഅ്മിനാണ്. 3 കാര്യങ്ങളായിട്ടാണ് ഖിയാമത്ത് നാളിൽ വന്നത്. എന്നാൽ സ്വർഗത്തിന്റെ ഏത് വാതിൽ കൂടി ആൾക്ക് കയറും ചെയ്യാം, ഹൂർലിങ്ങൾ ഇഷ്ടപ്പെട്ടതിന് അള്ളാഹു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഏതാ 3 കാര്യം? ഒന്ന്, മൻ അഫാൻ ഖാതിലിൻ, കൊലപാതകം ചെയ്ത ഒരാൾക്ക് മാപ്പ് കൊടുത്തു. കൊല്ലപ്പെട്ട ആള് പിന്നെ മാപ്പ് കൊടുക്കുക? അനന്തരാവകാശി ഇല്ല. മൊത്തത്തിൽ കൊലപാതകത്തിന് അർഹനായി നമുക്ക് അയാളെ കൊല്ലാനുള്ള എല്ലാ അധികാരമുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുക? അയാൾ കൊന്നതാണ് വേറെ ആളെ, നമ്മൾ എന്ത് ചെയ്തു? മാപ്പ് കൊടുത്തു. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ശ്രദ്ധിക്കണേ, എല്ലാം ദുബറ കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്ത്. ഒരാള് എല്ലാ ഫർദ് നിസ്കാരത്തിന്റെയും ശേഷം 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതിയാൽ, ഇതല്ലേ പൈസ ഇല്ലാത്തവനെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നില്ലേ. അതായത് നമ്മളിപ്പോ ആരെങ്കിലും കൊലപാതകം ചെയ്തവനക്ക് മാപ്പ് കൊടുക്കണേ, ഇപ്പൊ നമ്മളാരെങ്കിലും കൊല്ലണം അല്ലേ, നമ്മളാരെങ്കിലും അല്ലേ, അതൊന്നും ഇല്ലാത്ത ആൾക്ക് ഇപ്പൊ അടുത്ത ഓപ്ഷൻ എന്ത്? 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം ഓതിയ ആൾക്ക്. ഇനി അതും അല്ലെങ്കിലോ, വമൻ അദാന ദൈനൻ ലിമ യത്ലുബു മിൻഹു, കടം ചോദിച്ചു വന്ന ആർക്കെങ്കിലും കടം കൊടുക്കുക. ഈ 3 കാര്യവും ചെയ്താൽ സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള വാതിൽ കൂടെ കടക്കും ചെയ്യാം, ഹൂർലിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിക്കുകയും ചെയ്യാം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചോദ്യം, അപ്പൊ ഇഹ്ദാഹുന്ന യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതില് 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും
ശരിയാവോ? നബിസ്വല്ലല്ലാഹു പറഞ്ഞു അതെ, മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും ഇത് കിട്ടും. സത്യത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന് വേണ്ടിയിട്ടാവൂല ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ? അങ്ങനല്ലേ? ഇവർക്ക് 3 സാഹചര്യം ഉണ്ടായിക്കണം. ഇവരെ വേണ്ടപ്പെട്ടവരൊക്കെ കൊല ചെയ്യപ്പെട്ടിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദും പിന്നെ സൂറത്തുകളൊന്നും പിന്നെ ഇവരെ കാര്യത്തിൽ നമുക്ക് പറയാൻ പോലെ അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞോ അത് ചെയ്തവരാണ് അവര്. മൂന്നാമത്തെ കാര്യം ഏതായാലും ചെയ്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്വതക്ക കൊടുത്തിരുന്നതാണ്. രഹസ്യമായിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു, പിന്നെ പരസ്യമായിട്ടും കൊടുത്തു. അപ്പൊ എന്തിനാന്ന് വെച്ചപ്പോ സിറം വാലാനിയത്തെന്ന് ഖുർആനിലില്ലേ? എന്താ? രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്വതക്ക രണ്ടിനും പെടണ്ടേ? ഞാൻ വെറും രഹസ്യമായിട്ട് കൊടുത്താൽ പരസ്യമായി കൊടുത്ത കൂലിയും കിട്ടൂലല്ലോ. അപ്പൊ അത് ചെയ്യുന്ന അപ്പൊ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളെ പോയിന്റ് എന്താണ്? ആർക്കെങ്കിലും കടം കൊടുക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ജോലിയൊക്കെ ശരിയാവാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർ കൊടുക്കുക. എന്ത് ചെയ്യുക? ജോലിയൊക്കെ ശരിയായിട്ടൊന്ന് തിരിച്ചു തന്നോട്ടെ, കുറച്ച് കൂടുതൽ ചോദിക്കരുതെന്നുള്ളൂ. എന്ത് ചെയ്യണോ? കടം കൊടുക്കുക. പക്ഷെ ജോലിയായിട്ട് ശരിയായി അവനക്ക് ഓഫർ ലെറ്റർ കിട്ടി നമ്മളെക്കാളും കൂടുതൽ കാണുമ്പോഴത്തേക്കും പിന്നെ അവനോട് നമുക്ക് വരുത്. പിന്നെ അവൻ നല്ല വാച്ച് ഇട്ടാൻ പാടില്ല, നല്ല ഡ്രസ്സ് ധരിക്കുക, അങ്ങനെ അസുഖമുള്ള ചില ആൾക്കാരുണ്ട്. എന്താ? നമുക്കൊരാളെന്തെങ്കിലും തരാണ്ടെങ്കിൽ പിന്നെ ഓൻ നല്ല ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, നല്ല വണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഓൻ ഉപയോഗിച്ചോട്ടെ, നമ്മൾ പറഞ്ഞ അവധിക്ക് നമുക്ക് തന്നാൽ മതി. പിന്നെ ഇവന്റെ എന്ത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ നിൽക്കരുത്. നമ്മളെ മുമ്പിൽ ഇങ്ങനെ മിസ്കീനായി ചീഞ്ഞു നാറി നിൽക്കണം എന്നൊന്നും അർത്ഥമില്ല. കടം വാങ്ങിയെന്ന് വിചാരിച്ചു കടം വാങ്ങിയതുകൊണ്ട് ഓ മോശമായിട്ടില്ല, കടം കൊടുത്തോണ്ട് നമ്മള് ഉഷാറായിട്ടില്ല. എന്താ? ഇല്ലാവി തക്കുവ. തക്കുവ കൊണ്ടാണ് നമുക്കൊക്കെ മാർക്ക് ഇടുന്നത്. അല്ലാഹു പാവങ്ങളെ സഹായിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ കടം വാങ്ങണോടത്തും ശ്രദ്ധിക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ കടം വാങ്ങാവുള്ളൂ. കുടുങ്ങി അത്യാവശ്യം തോന്നിയതിനെ വാങ്ങാവൂ. ചില ആൾക്കാർക്ക് എപ്പോഴും കടക്കാരനായി നിൽക്കണ ഇതുള്ളവരുണ്ടാവും. അങ്ങനെ അസുഖമുള്ളവരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ചായില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അസുഖമുള്ള ആൾക്കാരുണ്ട്. നാട്ടിലൊക്കെ പോകുമ്പോൾ വെറുതെ കടം വാങ്ങുക, എല്ലാവരെയൊക്കെ ഒന്നും വാങ്ങുക, എല്ലാവരും ശമ്പളം കൂടി വാങ്ങുക, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. ഈ കടം വീട്ടാൻ അത് മരിച്ചാലോ കുടുങ്ങിയാലോ ഓക്കെ, അല്ലാതെ വെറുതെ എന്തിനാണ് നമ്മൾ ഈ ആഡംബരത്തിന് കടം വാങ്ങണം? നാട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ചില ഗൾഫ് നിർത്തി നാട്ടിൽ പോയ ആൾക്കാർ വീണ്ടും തിരിച്ചു വന്നപ്പോൾ അവരനുഭവം പറഞ്ഞാണ് എന്ത്? നമ്മൾ ഇവിടുന്ന് 1 മാസത്തെ ലീവിന് പോണ പോലെ നമ്മൾ 2-3 മാസമായിട്ട് ജീവിച്ചു നോക്കി, പിന്നെ അത് കുടുങ്ങിയപ്പോൾ ഇങ്ങോട്ട് തന്നെ പോകുന്നതാണ്. അപ്പൊ ആ ജീവിതം നമുക്കൊന്നും അറിയാത്തോണ്ടാണ്. അതൊക്കെ അല്ലാണ്ട് അറിയിച്ചു തന്നാൽ നമ്മളങ്ങോട്ട് കുടുങ്ങും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പ്രയാസങ്ങളൊന്നും ഇല്ല ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി അത്യാവശ്യ ഘട്ടത്തിൽ ഒരാൾ കടം വാങ്ങിയാൽ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് അങ്ങോട്ട് കടം വാങ്ങാം. ഇത് വീടാണ് പഠിച്ചോനെ കുടുങ്ങിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, പലിശക്കൊന്നും പോയിട്ടില്ല റബ്ബേ, ഞാൻ കടം വാങ്ങണം, ഇത് ഹൈറായ രീതിയിൽ വീട്ടാൻ തൗഫീഖ് തരണേന്ന് ദുആ ഇരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കടം വാങ്ങുക. എന്നാൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് ഒരാൾ കടം വാങ്ങിയാൽ അള്ളാഹു അവന്റെ കൂടെ മലക്കുകളെ നിശ്ചയിച്ചു കൊടുക്കുന്ന. മലക്കുകൾ ഇവന് വേണ്ടി കടം വീടോളം ദുആരുന്നുകൊണ്ടിരിക്കുന്ന. നമ്മൾ കടം വാങ്ങുക, ദുആ ഇരക്കണൊക്കെ മലക്കുകൾ. അള്ളാഹ് എത്ര വലിയ റഹ്മാനും റഹീമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. കച്ചവടക്കാരൻ ഗ്രോസറിക്കാർക്ക് മാതൃകയാക്കാം. യുദായിനു നാസ, ജനങ്ങൾക്ക് ഇങ്ങനെ കടം കൊടുക്കും. ഫൈദാ റഅ മുഅ്തിറൻ, ഏതെങ്കിലും ഒരാൾക്ക് കടം വീട്ടാൻ കഴിയില്ല എന്ന് കണ്ടാൽ ഖാലലി സിബിയാനിഹി, ഇയാളെ മക്കളൊക്കെ വിളിച്ചിട്ട് പറയും തജാവസു അൻഹു, അത് വിട്ടുകൊടുത്താൽ, അതുകൊണ്ട് പെരുത്ത വിട്ടുകൊടുത്താൽ അള്ളാഹ് നമുക്കും പുറത്തു വരും. അങ്ങനെ ഇയാൾ മരിച്ചു പോയപ്പോ അള്ളാഹു ഇയാൾക്ക് ദോഷങ്ങൾ പുറത്തു കൊടുത്തു എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധനം 2 വട്ടം കടം കൊടുത്താൽ ഒരു സ്വതക്കന്റെ കൂലിയാണ്. മനസ്സിലായില്ല? ഒരു സാധനം അല്ലെങ്കിൽ ഒരു സംഖ്യ, ഇപ്പൊ ഒരു 10,000 ദിർഹംസ് ഒരാൾ കടം കൊടുത്തു, അതും കുറേശ്ശായിട്ട് ഇങ്ങനെ തവണകളായിട്ട് കൂടുതലൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്തു? കൂടുതൽ ഡിമാൻഡ് വെക്കാൻ പാടില്ല എന്നിട്ടാ. കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കല് സുന്നത്താണ്, പക്ഷെ സുന്നത്ത് ഡിമാൻഡ് വെക്കരുത്. പറഞ്ഞ മനസ്സിലായില്ല? ഒരാൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോ എന്തെങ്കിലും ഒന്ന് കൂടുതൽ കൊടുക്കല് സിയാദത്ത് എന്താണ്? സുന്നത്താണ്. എന്താ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തവര? സുന്നത്താണ്. എന്തെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് തിരിച്ചു കൊടുക്കാന്നുള്ളത്. പക്ഷെ ഞാൻ കൊടുക്കുമ്പോ പറയാൻ എന്താ, സുന്നത്തായ ഒരു 1000 എനിക്ക് അടുത്ത ഫെബ്രുവരിയിൽ തന്നാലേ എന്ന് പറയരുത്. ഡിമാൻഡ് വെച്ച പലിശയായി.
അത് ചില ആൾക്കാർ പക്ഷെ എന്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം, ഞാനിത് റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്ക് പറയാനും പ്രയാസമുണ്ട്. അപ്പൊ കൂടുതൽ എവിടെ എത്തൊന്നുമില്ലല്ലോ. നമ്മളെ ഒരു സുഹൃത്ത് പിന്നെ ഒരു അറബ് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന്, ഒരു വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു അറബ് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് 5000 ദിർഹംസ് കടം വാങ്ങി. അപ്പോ അയാൾ കൊണ്ടാല് പ്രസ്ഥാനം വേറെയാണ്, പിന്നെ സമസ്തൊന്നുമല്ല. അപ്പൊ അയാൾ 5000 ദിർഹംസ് കടമായിട്ട് തിരിച്ചു നോക്കുമ്പോ 5100 കൊടുത്ത്. അപ്പൊ മോശമായില്ലേ? വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാണ് 100 കൊടുത്ത്. അപ്പൊ ഇയാള് പറഞ്ഞു, അയാളല്ല സൂക്ഷ്മമായി ജീവിക്കുന്ന ആള്, ഏത് പലിശയാണ് ഞാൻ വാങ്ങൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞ് എന്നോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളെ വിളിച്ചു നോക്കര്. അപ്പൊ ഞാൻ പറഞ്ഞു സിയാദത്ത് സുന്നത്താണ്, എനിക്ക് തെളിവ് കണ്ടല്ല ഞാൻ വിശ്വസിക്കൂല. തെളിവൊക്കെ മൂപ്പര് കാണിച്ചു കൊടുത്തു. അപ്പൊ മൂപ്പര് വിശ്വസിച്ചെങ്കില് വാങ്ങിയില്ല. പക്ഷെ എനിക്ക് പറയാൻ തോന്നിയൊരു വികാരം ഞാൻ ആ സുഹൃത്തിനോട് പറയുന്നത്, വലിയൊരു പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾക്ക് നമ്മളൊരു 100 ദിർഹംസ് ഏറെ കൊടുത്ത് അയാളെ മോശമാക്കലല്ലേ. അപ്പൊ അവിടെ ഒന്നും ഇത് ചെയ്യരുത്. അതൊക്കെ നമ്മൾ തമ്മിലൊക്കെ അല്ലാണ്ട് വലിയ പോസ്റ്റ് ഇരിക്കുന്ന ഒരാളെ തന്നെ നമ്മളൊരു 10000 കടം വാങ്ങിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു 10000 ഒരു 50 ദിർഹംസ് വെച്ചെടുത്താണ് അയാളെ മോശമാക്കല്ലേ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, ഓരോ സമയത്ത് ഓരോ അതബുകളുണ്ട്, പാലിക്കാം. പോട്ടെ, കടം ഈ സിയാദത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്. സുന്നത്ത് ഞാൻ പറയാം, അതായത് നമുക്കൊരു ഉപകാരം ചെയ്തതിന് പക്ഷെ വലിയ മഹാന്മാരൊക്കെ വലിയ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അതായത് ഞാനിപ്പോ ഒരാൾക്ക് എന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അധീനതയിലുള്ള, അയാൾ ഉടമസ്ഥതയിലുള്ള മരത്തിന്റെ താഴെ തണല് കൊള്ളാൻ പോലും വലിയ മഹാന്മാര് മടിച്ചിരുന്നു, ഇത് പലിശ ആവുമെന്ന് പേടിച്ചിട്ട്. അതിനിപ്പോ നിങ്ങളൊക്കെ അതിനിപ്പോ ഹദിയാന്നല്ലേ പറഞ്ഞത്, ഹദിയ കൊടുക്കാലോ. ഹദിയാക്ക് വേറെ പ്രത്യേകത, ഹദിയ വലിയ വലിയ ആൾക്കാർ തമ്മിലൊക്കെ ഹദിയ കൊടുക്കുക. ശ്രദ്ധിച്ചില്ല ഞങ്ങള്? ഇവിടെ കാണും വലിയ ഷേഖന്മാരൊക്കെ എന്ത് ചെയ്യും, റമദാൻ അലീസൊക്കെ ഉണ്ടായി കൊടുക്കുക. അപ്പൊ ചില ആൾക്കാരെ അഭിപ്രായം പറയുന്നത് പാവങ്ങൾ കൊടുക്കണമെങ്കിൽ പോലും പാവങ്ങൾ കൊടുക്കണ്ടാവില്ല. ഇതെന്താണ്? ഹദിയ എന്ന് പറയുന്ന സ്നേഹബന്ധം കൂട്ടും. ഹദിയ സ്നേഹബന്ധം കൂട്ടും. പിന്നെ ഓരോ ഗിഫ്റ്റിനും അതിൻ്റെതായ ഒരു വില ഉണ്ടാവും. അതാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഇടയിലാവുമ്പോ അതിനനുസരിച്ച്, ഓരോരുത്തരുടെ ഇടയിലാവുമ്പോ അതിനനുസരിച്ചായിട്ട് പരിഗണിക്കാം. പോട്ടെ, എന്തായാലും കടം കൊടുക്കുക വാങ്ങുക എന്നൊക്കെ ഉള്ളത്, വാങ്ങൽ അത്യാവശ്യ ഘട്ടത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കി ചെയ്യുക. കൊടുക്കുക എന്നുള്ളത് പ്രയാസപ്പെട്ട ആര് ചോദിച്ചാലും കൊടുക്കുക. അള്ളാഹു അങ്ങനെ പാവങ്ങളെ സഹായിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹും അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹും പറയുന്ന ഒരു വാക്ക്, ഒരാൾ മരിച്ചു, അങ്ങനെ അയാളോട് ചോദിച്ചു, അയാൾക്ക് അള്ളാഹു ദോഷമൊക്കെ പുറത്തു കൊടുത്തു. അങ്ങനെ അയാളോട് ചോദിക്കപ്പെട്ടു എന്നാണ്, എന്തെങ്ങൾക്ക് അള്ളാഹു പുറത്തു തരാൻ കാരണം? ഈ പല മഹാന്മാരും വഫാത്തിന് ശേഷം സ്വപ്നത്തിലൊക്കെ കാണും അല്ലെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കാണാൻ വേണ്ടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം പിന്നെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അതായത് വാപ്പാനെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട്. അപ്പോ കുറെ കാലത്തിന് ശേഷം ഉപ്പാനെ സ്വപ്നം കാണുന്ന എങ്ങനെയാണ്, ഇപ്പൊ ഇങ്ങനെ എന്തോ ഒരു പ്രയാസമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന പോലെ വേർപ്പൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ. അപ്പൊ എന്താ ഇപ്പാന്ന് ചോദിച്ചു. പറഞ്ഞു ആ കണക്ക് കൊടുത്തിട്ട് ഇപ്പൊ കഴിയണുള്ളൂ മോനെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാണുന്ന മഹാന്മാരുണ്ട്. അത് യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാർ അതിന്റെ താഴെ അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ആയിട്ടിട്ട് അത് കളിയാക്കണവരുടെ ഇടയിലൊന്നും അങ്ങനത്തെ പ്രചരിപ്പിക്കണ്ട. ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം പറഞ്ഞാണ്. അങ്ങനെ ദീന് പരിഹസിക്കുന്നവരുടെ ഇടയിലൊന്നും നമ്മൾ വെറുതെ അത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആഘോഷിക്കൊന്നും വേണ്ട, ഒരു കാര്യമില്ല. അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ പല മഹാന്മാരെന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബുഖാരി ഇമാം വഫാത്താവുന്ന ദിവസം വലിയ മഹാന്മാരൊക്കെ സ്വപ്നം കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു കൂടിയിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പൊ എന്തേ നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിനെ കാത്തിക്കാനാണ്. അപ്പൊ അന്നാണ് ബുഖാരി ഇമാം വഫാത്തായതെന്നാണ്. അപ്പൊ അതൊക്കെ സംഭവിക്കും. ആ അനുഭവം ഇല്ലാത്തവര് അത് നിഷേധിക്കാൻ പോണ്ടെന്ന് മാത്രം. നമുക്ക് അനുഭവങ്ങളൊക്കെ വിശ്വാസം ഉണ്ട്, പക്ഷെ നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മളെ ഉള്ളു ശുദ്ധമില്ലാത്തതുകൊണ്ട് അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. അപ്പൊ ഒരാൾ മരിച്ചു, അപ്പൊ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. എന്താ പുറത്തു തരാൻ കാരണം എന്ന് വെച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ ജനങ്ങൾക്ക് ഇങ്ങനെ കുറെ സാധനങ്ങൾ കച്ചവടം ചെയ്യായിരുന്നു. അങ്ങനെ കച്ചവടം ചെയ്താൽ എന്ത് ചെയ്യും, ഞാന് വലിയ പ്രയാസമുള്ള ആൾക്ക് നല്ല എളുപ്പമൊക്കെ ഉണ്ട്, പൈസ കയ്യിലുണ്ട്, എന്നാ അപ്പൊ ഒരു പ്രയാസമൊക്കെ നേരിട്ട ആൾക്കാരോട് ഞാൻ പറയുന്നത് ഇപ്പൊ തരേണ്ട അടുത്ത മാസം തന്നാൽ മതി. വലിയ പ്രയാസമുള്ള ആൾക്കാരോട് പറയുന്നത്
നിങ്ങൾ ഉള്ളത് തന്നാലേ ബാക്കിയും പൊരുത്തപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തരുന്നെ വേണ്ടെന്ന് പറയും. ഇതുകൊണ്ടാണ് അള്ളാഹു എനിക്ക് പൊരുത്തുന്നതെന്നാണ്. പിന്നെ കടം പെരുക്കണതിന് എപ്പോഴും കാവൽ ചോദിക്കണം. കടം പെരുക്കണതിന് കാവൽ ചോദിക്കണം. കടം കൂടുതൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ലോണ് പലിശയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അള്ളാഹു അങ്ങോട്ട് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഈ നാട്ടിലേക്കും വരാൻ പറ്റില്ല, സ്വന്തം നാട്ടിലും നിൽക്കാൻ പറ്റില്ല, ആകെ കുടുങ്ങി പോകും. അപ്പൊ ഉള്ളതിൽ അള്ളാഹു ബർക്കത്ത് തന്നാൽ മതി, അതിനുവേണ്ടി ദ്വാരക്കുക. ചിലപ്പോൾ കുറേ പൈസ ഉള്ള ആൾക്കാരൊന്നും നമ്മൾ മനസ്സിൽ സങ്കല്പിക്കണ്ട. അങ്ങനെയൊക്കെ പൈസ കിട്ടുമെങ്കിൽ നമ്മൾ ഇതേപോലെ സെന്ററിൽ വരലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ വരാൻ വേണ്ടിയിട്ടാ അള്ളാഹു നമ്മൾ ഈ ലെവലിൽ നിർത്തിയിട്ടുണ്ട്. അതും കൂടി ആലോചിക്കണം. നമുക്കുള്ളതിൽ ബർക്കത്ത് അള്ളാഹു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നേരം വെളുത്താലും വൈകുന്നേരം ആയാലും സഹാബിനോട് പറഞ്ഞത്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, എപ്പോഴും പള്ളിയിൽ ഇങ്ങനെ കണ്ടപ്പോ എന്തോ നിസ്കാരത്തിന്റെ സമയം അല്ലാത്തപ്പോഴും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കല്ലോ എന്ന് പറഞ്ഞപ്പോ കടം പെരുകിയിട്ട് ടെൻഷനായിട്ട് വയ്യ നബി എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തത് ദിക്ർ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ദിക്ർ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. ടെൻഷനും ദുഃഖം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യത്തിലുണ്ടാവും അല്ലേ? ഹമ്മ് എന്ന് പറയുമ്പോൾ എപ്പോഴും ടെൻഷൻ. ചിലത് പറയാൻ കിട്ടൂല, എന്തോ പ്രയാസം വരുമോ, ജോലി കിട്ടുവോളം പഠിച്ചോനെ ജോലി കിട്ടൂല എന്നുള്ള പ്രയാസം, കിട്ടിയാലോ ഈ കിട്ടിയ ജോലി പോവോന്ന് പ്രയാസം, ഇതിനൊക്കെ ടെൻഷൻ വരും. എന്നാൽ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല. ഈ ടെൻഷനൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ എന്നാണ് ഇതിന്റെ ദുആ. പിന്നെ അശക്തി എന്താ? നേരത്തെ പറഞ്ഞ പോലെ നിന്ന് നിസ്കരിക്കാൻ വയ്യ, കസേരട്ടെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ അശക്തതകൾ നിന്നൊക്കെ അള്ളാഹു കാക്കട്ടെ എന്ന് പറയുന്നത്. കസിൽ മടി, ചിലപ്പോ കസേരയിൽ ഇരിക്കണ എന്തുണ്ടാവും? നിൽക്കാൻ മടിയായിട്ടാവും. മടിയിൽ നിന്ന് കാക്കാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. എത്ര ക്ലാസ് എടുത്തും കാര്യമില്ല, ഒരു മടി ഉള്ളിൽ കയറിയാലേ സുബഹിക്കൊക്കെ ശരിക്കും അനുഭവിക്കാൻ പറ്റൂല. ഒരു 5 മിനിറ്റും കൂടി, ഇപ്പൊ ഒരു 5:45 വാങ്ങുക അല്ലേ, ഒരു 5 മണിക്കൊക്കെ അലാറം വെച്ചോ വിചാരിക്കുന്നത്, ഒരു 15 മിനിറ്റും കൂടി അലാറം നീട്ടിയിട്ട് ഒന്നും കൂടി കിടന്നു നോക്കാം. ഇബ്ലീസ് പിന്നത്തെ അലാറം ചിലപ്പോൾ അടുപ്പിക്കൂല, നേരെ എന്ത് ചെയ്യോ അലാത്തൂല അങ്ങനെ അറിയിട്ട് ബാങ്ക് കേൾക്കുമ്പോഴാവും പടച്ചോനെ എന്നിപ്പോ അങ്ങനെ ടെൻഷൻ ആക്കാം. അത് 2 ദിവസം അങ്ങനെ ആവർത്തിച്ച 3-ാമത്തെ ദിവസം താനെ നമ്മൾ എന്ത് ചെയ്യും? തഹജ്ജുദൊക്കെ നിസ്കരിക്കണേ, പതിവായി നിസ്കരിക്കണം എന്നാണ് ഉസ്താദുമാരൊക്കെ പറയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇന്നലെ നിസ്കരിച്ചു, ഇനിയിപ്പോ അതിങ്ങനെ എന്നോ അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തപ്പോ എന്റെ പ്രയാസമൊക്കെ വീടിന്റെ കടങ്ങളൊക്കെ വീടിന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് ഉണ്ട്. ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചെന്നത് എനിക്ക് ഓർമ്മ ഉണ്ടാന്ന് വെച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നല്ലോ, പിന്നെ ഒരു മലയോളം ഒരാൾക്ക് എന്ത് കടങ്ങൾ ഉണ്ടെങ്കിലും ഈ ദുആ ചൊല്ലിയാൽ അള്ളാഹു തീർത്തു കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്ർ. ആ ദുആ ഓർമ്മ ഉണ്ടാന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി ദുആ പറഞ്ഞു തരണത്, അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽതരീൻ റഹ്മാൻ അദ്ദുനിയ വൽ ആഖിറതി വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അർ റഹ്മതി മൻ സിവാക്. ഈ ദുആ പറ്റുന്ന ആൾക്കാർ ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ റെക്കോർഡൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടിട്ടൊക്കെ പിന്നെ എഴുതിയെടുത്താൽ മതി, സമയമില്ലാത്തതുകൊണ്ട്. മൊത്തത്തിൽ ഈ ദിക്ർ ഈ ദുആ പറഞ്ഞു കൊടുത്തപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കുറച്ച് കട ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കട എനിക്ക് വലിയ വെറുപ്പായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാം, പ്രയാസപ്പെട്ടപ്പോൾ വാങ്ങിയതാവും. കട എനിക്ക് വലിയ വെറുപ്പായിരുന്നു. അങ്ങനെ ഞാൻ ദുആ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങിയപ്പോൾ കട അങ്ങോട്ട് വീട്ടി. അപ്പൊ ആയിഷ ബീവി പറയും, ഞാൻ ഇത് പലപ്പോഴും പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ആയിഷ ബീവി ഒരു അനുഭവം പറയുന്നത്, അസ്മാ ബീവിക്ക് ഞാൻ ഒരു ദീനാറ് 3 ദിർഹമും കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ഇത് കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലോട്ട് കിട്ടണമില്ല. അസ്മാ ബീവി വരുമ്പോഴും കാണുമ്പോഴൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര വഷളത്തരം, മുഖത്ത് വെക്കാൻ പറ്റാതായി. ചോദിച്ചിട്ടല്ല, പക്ഷെ കടത്തിനെ പറ്റിയിട്ട് പിന്നെ പണ്ഡിതന്മാര് പറയൽ എന്താണ്, പകല് രാത്രി ഉറക്കം കിട്ടൂല, രാത്രി എന്താവും ഭയങ്കര ടെൻഷനോ, തിരിഞ്ഞു മറിഞ്ഞിട്ട് ഉറക്കം വരില്ല. വതുല്ലും പിന്നെ നേരം വെളുത്താലോ നിന്നത് ആളെ മുഖത്ത് വെക്കാൻ വയ്യ. ഞാൻ എങ്ങനെ മനുഷ്യന്മാരോട് ഞാൻ എങ്ങനെ നാളെ അയാളെ മുഖത്ത് വെക്കുക? പറഞ്ഞ ഡേറ്റ് നാളല്ലേ എന്ന് പറയില്ല നമ്മൾ. അള്ളാഹു കാക്കട്ടെ, അങ്ങനത്തെ പ്രയാസങ്ങൾ കാത്തുരക്ഷിക്കട്ടെ. ഈ പറച്ചിലൊന്നുമല്ല കാര്യം. ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ പിന്നെ മക്കളെ കെട്ടിക്കാനും ഒക്കെ ആയിട്ട്. സ്വന്തം മോളെ കല്യാണത്തിന്
പിന്നെ പണ്ടം വാങ്ങിയിട്ടും പൈസ വാങ്ങിയിട്ടും ഒക്കെ ആയിട്ട് ഇത്ര ഡേറ്റിന്റെ ഉള്ളിൽ അത് കൊടുക്കാന്ന് പറഞ്ഞ് കടം പറഞ്ഞത് കൊടുക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്. കല്യാണ പന്തലിൽ നിന്ന് സ്ത്രീധനം തികയായിട്ട് പ്രയാസപ്പെട്ട ആൾക്കാരെ പറ്റിയിട്ടൊക്കെ കേട്ടിരുന്നു. അപ്പൊ ഇതിങ്ങൾക്കാകട്ടെ അള്ളാഹു അങ്ങനത്തെ പ്രയാസപ്പെടുത്തുന്ന ആചാരങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ. പ്രയാസം നേരിടുമ്പോൾ എന്ത് ചെയ്യരുത്, ഒരാളെ ഇടങ്ങേറാക്കിയിട്ട്, പ്രത്യേകിച്ച് ഇവിടൊക്കെ വന്ന് നല്ല ജോലിയിലൊക്കെ കയറിയ ആൾക്കാരെന്തിനാ വെറുതെ ബാക്കിയുള്ളവന്റെ വാങ്ങുന്നത്. പിന്നെ ഈ വില പറയാന്നുള്ളൊരു വലിയ സംഭവം തന്നെയല്ലേ. ഗിഫ്റ്റായി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആലിമ്യങ്ങളെ ഹറാമെന്ന് പറയാത്തത്. കാരണം ഹറാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിയമം ബാധകമാവും. എന്താ, ഒരാൾ ഗിഫ്റ്റായി കൊടുത്ത് സ്വന്തം മോൾക്ക് കൊടുത്താലും അതിനെ പറ്റിയിട്ട് ഹറാം എന്ന് പറയേണ്ടി വരും. ഇതങ്ങനെ ഒരാളെ പ്രയാസപ്പെടുത്തിയിട്ട് എന്തിനാണ്? പിന്നെ എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവ് നമ്മൾ ഇഷ്ടം ഉണ്ടാവുക? നാളെ എൻ്റെ വാപ്പ തരാനുള്ള ബാക്കി തരാൻ പറയുന്ന പറഞ്ഞാൽ പിന്നെ ഇവളും ഓനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാവും അങ്ങനത്തെ തന്നെ കാത്തു രക്ഷിക്കട്ടെ. പിന്നെ ഈ ദുആ ഞാൻ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങിയപ്പോൾ ആയിഷ ബീവി പറയണം, എനിക്ക് പ്രതീക്ഷിക്കാത്ത മറുപടി, സ്വതക്കയല്ല അനന്തരായിട്ടൊന്നുമല്ല, അങ്ങനെ ഒന്നും അല്ലാതെ എനിക്ക് കുറച്ച് പൈസ അങ്ങോട്ട് കിട്ടി. ഞാൻ അസ്ബാബിന്റെ കടം വീടിയെന്ന് മാത്രമല്ല, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആങ്ങളന്റെ ഒരു മോൾക്ക് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോൾക്ക് ഞാനൊരു ആഭരണം ഉണ്ടാക്കിയിട്ട് കൊടുത്തു. ആയിഷ ബീവി പറയുന്നത് റളിയല്ലാഹു അൻഹ ഈ ദുആ ചെല്ലാൻ തുടങ്ങിയപ്പോൾ നമുക്കും ദുആ എടുക്കാലോ, പറഞ്ഞൂടെ? അപ്പൊ ആ ദുആ നോട്ട് ചെയ്തേക്കാം. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ് നീക്കുന്നവനാണ്. അല്ലാഹുമ്മ ഹമ്മ് ടെൻഷൻ അല്ലേ, അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി. ഗമ്മ് എന്ന് പറഞ്ഞാൽ എന്തെന്നെ, ദുഃഖം, ടെൻഷൻ. ഇതൊക്കെ തമ്മിൽ ചെറിയ വേരിയേഷൻ പറയാം. ഇപ്പൊ ഇമാം മുത്തവല്ലി ഷഹറാവി ഈ ഗമ്മ് ഹമ്മിനെ വെച്ചിട്ട് പറഞ്ഞത്, ഗമ്മ് എന്ന് പറഞ്ഞാല് കാരണം എന്താന്ന് കിട്ടൂല, പറയാൻ കിട്ടാത്ത ടെൻഷൻ. ഒന്ന് പറയാൻ കിട്ടിയ ടെൻഷൻ, ഒന്ന് എന്താ കാരണം എന്നറിയാം, മറ്റത് എന്താണ് എനിക്ക് പറയാൻ കിട്ടാത്തൊരു ബേജാറെന്ന് അറിയില്ല, അതിൽ നിന്നൊക്കെയുള്ള കാവലാണ്. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽത്തറീൻ. പ്രയാസം അനുഭവിക്കുന്ന, അതായത് കേണ് പറയുന്ന ആളുകളുടെ, പ്രയാസം അനുഭവിച്ചിട്ട് അള്ളാഹുവിനോട് കേണ് പറയുന്ന ആളുകളുടെ ദുആ കേൾക്കുന്ന റബ്ബേ, അതിന് ഉത്തരം തരുന്ന റബ്ബേ. റഹ്മാൻ അദ്ദുനിയ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും റഹ്മത്ത് ചെയ്യുന്ന റബ്ബേ. റഹീമഹുമാ, ദുന്യാവിലും ആഖിറത്തിലും റഹീമുമായ റബ്ബേ. റഹ്മാനും റഹീമും ഒക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ സിഫത്തുകളാണല്ലോ. അന്ത തർഹമുനി, നീ എനിക്ക് റഹ്മത്ത് ചെയ്യുന്നു. ഫർഹംനി, നീ എനിക്ക് റഹ്മത്ത് ചെയ്യുള്ളൂ, അതുകൊണ്ട് ഫർഹംനി, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ. റഹ്മത്തൻ തുഗ്നീനി ബിഹ, ആ റഹ്മത്ത് കൊണ്ട്, ആ റഹ്മത്തി മനസ്സിവാക്ക്, വേറെ ഒരാളെ റഹ്മത്തും എനിക്ക് ആവശ്യമില്ലാത്ത ലെവലിലാവും, അങ്ങനത്തെ റഹ്മത്ത് ചെയ്യണേ. അതായത് എനിക്ക് വേറൊരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരുത്താത്ത നിലയിൽ റബ്ബെ നീ എനിക്ക് റഹ്മത്ത് ചൊരിയണേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ സമയം 1 മണിക്കൂറായി. ബാക്കി കാര്യങ്ങൾ കടത്തെ പറ്റിയിട്ടുള്ള തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഹദീസ് ഇങ്ങനെ നീണ്ടുപോകും, വ്യത്യസ്ത ഭാഗങ്ങൾ. എന്തായാലും നമ്മൾ പറഞ്ഞു കേട്ടൊക്കെ അല്ലാഹു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. പ്രത്യേകിച്ച് ദ്വാരക്കാനുള്ളത്, ആ ഒരു സുഹൃത്തായ മകളുടെ അസുഖം ഭേദാവാൻ ദ്വാരക്കാൻ പറഞ്ഞിരുന്നു. മൂക്കിലൂടെ രക്തം വരികയാണെന്നൊക്കെ പറഞ്ഞു. അള്ളാഹു എന്ത് അസുഖമാണെങ്കിലും അള്ളാഹു ശിഫ കൊടുക്കട്ടെ, എന്ത് പ്രയാസമാണെങ്കിലും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അവർക്ക് സന്തോഷകരമായ വാർത്ത കേൾക്കുന്ന രീതിയിൽ അള്ളാഹു ആ കുട്ടിക്ക് അള്ളാഹു എല്ലാവിധ ശിഫയും പ്രദാനം ചെയ്യട്ടെ. നമ്മിലെ എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. പിന്നെ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആൾ, കുറച്ച് പൈസ കിട്ടാണ്ട്, അത് അള്ളാഹു ഹൈറായ രീതിയിൽ അത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ലഭിക്കുന്ന അതിനുള്ളൊരു വഴികൾ അള്ളാഹു എളുപ്പമായി കൊടുക്കട്ടെ. എന്ത് രീതിയിലുള്ള പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ ഒക്കെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.